ഗുഡ് മോർണിംഗ് ബിലവഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഞങ്ങളെ ഫേസ്ബുക്കിലൂടെ നോക്കാവുന്നതാണ്. നമ്മുടെ ഹാൻഡിൽ @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾ ബോംബെയിലുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. നമ്മുടെ സഭയുടെ അഡ്രസ്സ് ഞങ്ങൾ അറിയിക്കുന്നതാണ്. നമ്മുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്, വണ്ണസ്. അതിൽ നിങ്ങൾ ഇൻ്റർനാഷണലി മറ്റുള്ള പുത്രന്മാരിലൂടെ നിങ്ങൾക്ക് അതിൽ കയറാവുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മെസ്സേജ് എഴുതി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇന്ന് വളരെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് ഇന്ന് സഭയിൽ കേൾക്കാൻ ലഭിച്ചത്. എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ സൺഡേ എന്ന് പറയുന്നത് അത് വളരെ അത്ഭുതകരമായൊരു സൺഡേ ആയിരിക്കും. ഇന്ന് വളരെയധികം മഴയുണ്ടായിരുന്നു, ഇടി വെട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇത്രയുമധികം ആളുകൾ ഇവിടെ വരുവാനിടയായി. ഇന്ന് എൻ്റെ വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടി വളരെ അത്ഭുതകരമായൊരു വചനമായിരിക്കും. നിങ്ങൾ വചനത്തെ ആദരിച്ച് ദൈവത്തിന് ആദ്യസ്ഥാനം കൊടുത്ത് ഇവിടെ വന്നു. നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോകൾ കണ്ടു കാണും. നമ്മൾ സമൃദ്ധിയെക്കുറിച്ചൊരു സീരീസ് ചെയ്യുകയായിരുന്നു. അതിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് അത് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ സംസാരിച്ചു യഹോവ എൻ്റെ ഇടയനാകുന്നു, ആ ദൈവം എൻ്റെ പിതാവാണ്, അതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, അവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ സംസാരിച്ചു ദശാംശത്തെക്കുറിച്ച്. ഈ സൺഡേ നമ്മൾ സംസാരിക്കും. നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ വന്ന ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. എനിക്ക് അറിയാം നമ്മൾ ധനത്തിൻ്റെ മേഖലയിൽ സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ സമൃദ്ധി എന്ന് പറയുന്നത് യേശു ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ട് യേശു വന്നു, എന്നിട്ട് അവൻ പറയുവാനിടയായി, ഞാൻ വന്നത് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. അവനെങ്ങനെ പറഞ്ഞില്ല നിങ്ങൾക്ക് വളരെയധികം സമ്പത്ത് പൈസ ഉണ്ടാകുമെന്ന്. നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ ധനത്തിൻ്റെയും സമ്പത്തിയിലും, നിങ്ങളുടെ ആരോഗ്യത്തിലും, നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെതായ എല്ലാ മേഖലകളും നിങ്ങൾ ചുറ്റുമുള്ളതിൽ, എന്തുകൊണ്ടെന്നാൽ ഒരു പുത്രൻ്റെ രൂപത്തിൽ ഞാൻ ജീവൻ നൽകുന്ന ആത്മാവാണ്. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ്. അപ്പോൾ ആദ്യമായ ഒരു പുത്രൻ്റെ തിരിച്ചറിവ് എന്താണ്? നിങ്ങൾ എന്നോട് കൂടെ ഏറ്റു പറയുക, ഞാൻ സമൃദ്ധിയാണ്. നിങ്ങൾ എന്നോട് കൂടെ ഏറ്റു പറയുക, ഞാൻ സമൃദ്ധിയാണ്, ഞാൻ കുറവല്ല, ഞാൻ സമൃദ്ധിയാണ്, ഞാൻ സമൃദ്ധിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഈ തിരിച്ചറിവിൽ വിശ്വസിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇതാണ് സത്യം. നിങ്ങൾ ഈ സത്യത്തിൽ ഉണരുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളതിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ സമൃദ്ധിയോടുകൂടി ആയിരിക്കുന്നത്. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാകും. അതിലൊരു PDF ഫയലുണ്ട്. അതിൽ നിന്ന് നമ്മൾ വായിക്കുന്ന വചനങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഈ സമൃദ്ധിയുടെ സീരീസിൽ 3 ആഴ്ചയിലും നമ്മൾ ഈ വചനം വായിക്കുവാനിടയായി. ഇന്നും നമുക്കിത് വായിക്കാം. ഇതെന്തിനാണ് വീണ്ടും വീണ്ടും ഓരോ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ വചനം? എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ വചനത്തിൽ വേരുറയ്ക്കാൻ വേണ്ടിയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടായത്, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ, നിങ്ങളുടെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ രോഗങ്ങളോ, നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടതോ, അതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്ന പാപമാണ്. പാപത്തിൻ്റെ ഫലം അത് മരണമാണ്. പക്ഷേ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ ഈ ഭൂമിയിൽ വന്നു. എൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ സാധിക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് ആ ജീവൻ ലഭിക്കുവാനിടയാവുക, സമൃദ്ധിയായ ജീവൻ. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ അനുഗ്രഹത്തിൻ്റെ അളവറ്റത് ലഭിച്ചവർക്ക് അവർക്ക് ആ നീതിയുടെ ഫലം അത് അവർക്ക് ലഭിക്കുവാനിടയാകും. അതുകൊണ്ട് നമ്മൾ കർത്തൃമേശയെക്കുറിച്ചും പഠിക്കുവാനിടയായി. ദൈവത്തിൻ്റെ മേശ എന്ന് പറയുന്നത് അതെന്തിൻ്റെ പ്രമാണമാണ്? യേശു എന്താണ് ആയിത്തീർന്നത്? ഞാനാകേണ്ടിയിരുന്നത്, ഞാൻ അവൻ ആയിരുന്നതായിത്തീരാൻ വേണ്ടി. അതുകൊണ്ട് ആ കൃപയുടെ അളവറ്റത് ഇവർ പ്രാപിച്ചവർക്ക് നീതിയുടെ വിധിക്ക് ഹിതുവായി തീരുവാനിടയാവുന്നു. നിങ്ങൾ അവൻ്റെ രക്തത്തിലൂടെയുള്ള സന്തതികളാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ തലയായി തീരും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായാൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ദുഷ്ടനുമുണ്ട്, അതിനോട് കൂടെ ദൈവത്തിൻ്റെ പുത്രന്മാരും. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമ്മുടെ പിതാവായ ദൈവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി അവൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. എന്തിനായി? ഞാനും നിങ്ങളും ആ സമൃദ്ധിയായ ജീവൻ പ്രാപിപ്പാൻ. നിങ്ങൾ എത്രയധികം തിരിച്ചറിവിൽ ഉണരുന്നോ ആ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ സത്യത്തോടു കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ സാക്ഷ്യം കേട്ടതുപോലെ എങ്ങനെയാണ് ബന്ധങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സമൃദ്ധി ദൈവത്തിൽ നിന്ന് വരുന്നത്? എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സത്യത്തിൽ ഉണരുമ്പോൾ നിങ്ങൾ അവൻ്റെ പ്രിയ പുത്രനാണെന്നുള്ളതിൽ, അവൻ്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണെന്ന്, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധത്തിലും ആ പരിവർത്തനം ഉണ്ടാകുന്ന അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങൾക്ക്
പിന്നെ നിങ്ങളെയല്ല കാണുന്നത്, യേശുവിനെയാണ് അവർ കാണുന്നത്. ആളുകൾക്ക് തോന്നും നിങ്ങളോടാണ് സംസാരിക്കുന്നതെന്ന്, പക്ഷെ സത്യത്തിൽ ആ ജീവൻ നിങ്ങളിലുള്ളത് യേശു ക്രിസ്തുവിന്റെ ജീവൻ, ആ ജീവനാണ് അവർക്ക് പ്രാപിക്കുന്നത്. ഈ ലോകത്തിൽ എത്രയധികം ബന്ധങ്ങളുണ്ടോ, സഹോദരങ്ങളാണെങ്കിലും ഭാര്യയും ഭർത്താവുമാണെങ്കിലും രണ്ട് കൂട്ടുകാരാണെങ്കിലും, അത് ബന്ധം എല്ലാം നമ്മൾ തൂക്കി നോക്കുമ്പോൾ ഒരു പിതാവിന്റെയും പുത്രന്റെയും ബന്ധത്തിലാണ്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ പിതാവിന്റെ ശബ്ദമാണ് അവർ കേൾക്കുന്നത്. ആ നഷ്ടപ്പെട്ടു പോയ പുത്രൻ തിരിച്ചവന്റെ ഭവനത്തിലേക്ക് വരുവാനിടയാകും. അവർ നിങ്ങളുടെ ശബ്ദത്തിൽ അവർക്ക് വിശ്രമം ലഭിക്കും. പിതാവിന്റെ ശബ്ദമാണ് നിങ്ങളിലൂടെ അവർക്ക് ലഭിക്കുന്നത്. അതിൽ അവർക്ക് വിശ്രമം ലഭിക്കുവാനിടയാകും. ആ വചനം നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവും ജീവനുമായ വചനമാണ്. നിങ്ങൾ എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവിൽ ഉണരുന്നുവോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ പുത്രന്മാരാണെന്നുള്ളതിൽ. എല്ലാ അനുഭവങ്ങളും ആ സത്യത്തോടു കൂടെ ഒന്നായിത്തീരുന്നത്. ചിലപ്പോൾ തോന്നും നമ്മുടെ പ്രശ്നങ്ങൾ ചുറ്റുമുള്ളതിൽ ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ എവിടെ പോകണോ അവിടെ എവിടെയും പോകണമോ, മറ്റുള്ളവരുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ, ഒരു പുത്രന് ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അത് മറ്റുള്ളവരുടെ അടുത്തല്ല പോകേണ്ടത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ. എന്തുകൊണ്ടെന്നാൽ ആ അധികാരം പിതാവിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രയധികം തിരിച്ചറിവിൽ ഉണരുന്നുവോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സാഹചര്യം നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ജീവനുള്ളത്. എല്ലാ സൃഷ്ടികളും അതിന് ഉത്തരം നൽകുവാനിടയാകും ആ പുത്രന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളതിനു വേണ്ടി. നിങ്ങൾ ഇന്ന് സത്യത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സത്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. പിന്നെ നിങ്ങൾ സാക്ഷ്യം പറയാനിടയാകും ഇത് പ്രവൃത്തിക്ക് നടക്കുന്നത്. ഒരു ശാരീരിക സ്വഭാവമുള്ള മനുഷ്യർ ഈ കാര്യങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുകയില്ല. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇത് അനുഭവിക്കണമെന്ന്. എന്തുകൊണ്ടെന്നാൽ ഇത് പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യമാണ്. ഇത് ജീവനുള്ളതാണ്. വചനത്തിൽ വായിക്കാം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുവാനിടയായി ജീവന്റെ കാര്യങ്ങൾ അത് ഒരു മേഖലയ്ക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകൾക്കും വേണ്ടിയാണ്. ആളുകൾ കാണുവാനിടയാകും എല്ലാ മേഖലകളിലും, നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ ധനത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളെ ആളുകൾ അസാധാരണരായി കാണുവാനിടയായി. അവർ നോക്കുമ്പോൾ കാണും നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ ആളുകൾ സൗഖ്യമാകും. നിങ്ങൾ ആ രോഗത്തിന്റെ കീഴിൽ വരികയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വിശുദ്ധരാണ്. എന്തുകൊണ്ടെന്നാൽ എന്തെങ്കിലും സാധനം പവിത്രമായ വിശുദ്ധമായതിൽ അടുത്ത് വരുമ്പോൾ അത് ഭസ്മമായി തീരും. നമ്മൾ പഴയ നിയമത്തിലും വായിക്കാറുണ്ട്, അപവിത്രമായതിൻ്റെ അടുത്തേക്ക് പവിത്ര സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ഭസ്മമായി തീരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു അപവിത്രമായതും ഒരു രോഗവും പാപത്തിലൂടെയുള്ളത് അത് പവിത്രമായ ഒന്നിനെ തൊട്ടാൽ അത് ആ നിമിഷം തന്നെ ഭസ്മമായി തീരുവാനിടയാകും. നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിലും കാണാൻ സാധിക്കും. കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുഷ്ഠരോഗി അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. എൻ്റെയും നിങ്ങളുടെ അകത്തും അതേ സ്വഭാവമാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈ രോഗിയുടെ മേൽ വെച്ചാൽ ആ വ്യക്തി ആ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. നിങ്ങൾ മറക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുള്ളത് ആരാണെന്നുള്ളത്. അപ്പോൾ എല്ലാ സൃഷ്ടികളും ആ പുത്രന്റെ മുൻപിൽ സമർപ്പിക്കപ്പെടുവാനിടയാകും. മുന്നോട്ട് നമുക്ക് വായിക്കാം. 3 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും. ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഒരു കാര്യത്തിലെന്ന്, 2 കാര്യത്തിലെന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. നീ ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയുടെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സുഖമായും ഇരിക്കണം. സുഖമായും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കണം. നമ്മുടെ പ്രാണൻ എന്താണ്? അവിടെ നമ്മുടെ മനസ്സുണ്ട്. എത്രയധികം നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ബിലോവിഡിലെ മെസ്സേജ് കേൾക്കുന്നോ, എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പ്രാണൻ, മനസ്സ് അത് പുതിയതായിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങളുടെ ചിന്ത അത് പുതിയ സൃഷ്ടിയെ പോലെ, പിതാവ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ആയിത്തീരും. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയധികം നിങ്ങളുടെ പ്രാണൻ പുതിയതായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആ ഉന്നതി, ആ വളർച്ച, സമൃദ്ധി നിങ്ങൾ കാണാനിടയാവും. ആ സമൃദ്ധി എവിടെയാണ്? അത് നിങ്ങളുടെ ആത്മീയ മനുഷ്യത്വത്തിലാണുള്ളത്. എത്രയധികം നിങ്ങൾ ഈ സത്യത്തിൽ വിശ്വസിക്കുന്നോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ മേഖലകളിൽ ഉയർച്ചയില്ലയോ അവിടെയെല്ലാം നിങ്ങൾ ആ ഉയർച്ച പ്രാപിക്കുവാനിടയാകും. ചിലപ്പോൾ ആർക്കെങ്കിലും അവരുടെ ജീവിതത്തിലോ ബന്ധത്തിലോ ആയിരിക്കാം ആ ഉയർച്ചയില്ലാത്തത്. എത്രയധികം നിങ്ങൾ ഈ സത്യത്തിൽ ഉണരുന്നുവോ ആ ബന്ധം ആ സമൃദ്ധിയിൽ, ആ പരിപക്വതയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടെന്നാൽ ആളുകൾ പിന്നെ നിങ്ങളിലുള്ള പുത്രനെ നോക്കി നിങ്ങളെ ആദരിക്കുവാൻ തുടങ്ങും. ഒരു ബോർഡ് ഇവിടെയുണ്ട്, ഇത് ഞാനിവിടെ കൊണ്ടുവരുന്നു.
ഇന്ന് നമ്മളൊരു പാട്ട് കേൾക്കുവാനിടയായി മഹിമ നമ്മുടെ ഇടയിൽ പാടി. അതിലെഴുതിയിരുന്നു, വചനത്തെ ഭക്ഷിക്കണം. നിങ്ങൾ എത്രയധികം വചനത്തെ ഭക്ഷിക്കുന്നോ അത്രയധികം നിങ്ങൾ ആരോഗ്യമുള്ളവരായിത്തീരും, ശക്തിയുള്ളവരായിത്തീരും. മുന്നോട്ടൊരു വചനം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അധികം ഫലം കഴിക്കേണ്ടതിന് എങ്ങനെയാണ് കൊമ്പുകൾ വെട്ടുന്നത് എന്ന്? ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾക്കറിയാമോ, ഹീർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ അവനൊരു പ്രശ്നവുമായിട്ടായിരുന്നു വന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും പ്രശ്നങ്ങളുടെ പരിഹാരമല്ല, യേശു ക്രിസ്തുവാണ് പ്രശ്നങ്ങളുടെ പരിഹാരം. അതുകൊണ്ട് നിങ്ങൾ പുത്രനായതുകൊണ്ട് നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ നേരെ പിതാവിൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുമായി പോകാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യം വരികയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളും ഇപ്പോൾ ഒരു പുത്രനെ പോലെയാണ്. നമ്മുടെ രണ്ടു കൂട്ടരുടെയും പിതാവ് ഒന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ എൻ്റെ അമ്മയുണ്ട്. ഞാൻ അവരോട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ വേറൊരാളോട് പറയുകയില്ല പോയി അവരോട് സംസാരിക്കുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുന്ന കാണുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കാൻ വേണ്ടി വേറെ ആരോടെങ്കിലും പറയുകയാണ് അവരോട് സംസാരിക്കാൻ. ഞാൻ അവരോട് നേരിട്ട് പോയി സംസാരിക്കുന്നില്ല. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നെയും എൻ്റെ അമ്മയുടെയും ഇടയിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന്, ഞങ്ങൾ ഇത്ര അടുപ്പത്തിലല്ല എന്ന്. അതുപോലെയാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പ്രശ്നവുമായി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുക. അതുകൊണ്ട് യേശു വന്നു നമുക്ക് ആ സ്ഥാനം തരാൻ വേണ്ടി. നമ്മുടെ എല്ലാ പാപങ്ങളും എടുത്ത് പിതാവ് നമ്മൾക്ക് അതെല്ലാം തരുമ്പോൾ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുവാൻ, സന്തോഷം പൂർണ്ണമാകുവാൻ. ഹീറൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നേരെ യേശുവിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. ആ വൈകുന്നേരം അവൻ്റെ വീട്ടിൽ പോയി. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഞാൻ ഹീറിനോട് കൂടെ ഇരുന്ന് അവൻ്റെ പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിൽ ആ അനുഭവം പിതാവ് അവന് കൊടുത്തത് അതിന് ചിലപ്പോൾ കിട്ടുകയില്ലായിരുന്നു. ആ അനുഭവം പിതാവ് മാത്രമേ അവന് നൽകാൻ സാധിക്കുകയുള്ളൂ. ആ വൈകുന്നേരം അവൻ വീട്ടിൽ പോയപ്പോൾ യേശുവിനെ അവൻ്റെ അടുത്ത് അവൻ അനുഭവിച്ചു. ആ അനുഭവം അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുവാനിടയായി. അതുകൊണ്ട് നമ്മുടെ പിതാവിൻ്റെ ഏറ്റവും വലിയ ആനന്ദം ഇതാണ്, നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും ചോദിക്കാൻ വേണ്ടി. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങൾ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ കൊമ്പുകൾ ഈ മുന്തിരിവള്ളിയിൽ ആയിരിക്കുമ്പോൾ മാത്രമേ ഫലം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എഴുതിയിരിക്കുകയാണ്, ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതാണ്, ആ കൊമ്പ് ആ മുന്തിരിവള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല എങ്കിൽ ആ ജീവൻ ഒഴുകുകയില്ല അതിലേക്ക്. 6-ാം വാക്യം, എന്നിൽ വസിക്കാത്തവൻ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. എങ്ങനെ? എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. വചനം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്, അതിൽ നമ്മൾ നിലനിൽക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ സഭയിൽ കോവിഡിൻ്റെ സമയത്ത് ഒരാൾക്ക് വളരെ പ്രശ്നമുണ്ടായിരുന്നു. ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടി അവർക്ക് കേരളത്തിൽ പോകണമായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്ത് നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അവരെന്നോട് പറയുവാനിടയായി, ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അവിടെ പോകണമെന്ന്. അതെന്തായിരുന്നു അവരെ അവിടെ കോവിഡ് വരുമെന്നോ ലോക്ക്ഡൗൺ ഉണ്ടാകുമെന്നുള്ള ചിന്തയാണ് പോകുന്നതിൽ നിന്ന് അവരെ നിർത്തിയത്. അങ്ങനെയുള്ള ചിന്തകൾ അവരുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, പുത്രൻ എന്താണ് ആഗ്രഹിക്കുന്നത്? പുത്രൻ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അവളെ ഉത്സാഹിപ്പിച്ചു, പുത്രനാണ് വഴി. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയുടെ അർത്ഥം ഇതാണ്, പുത്രൻ എവിടെ പോകുന്നോ അവിടെ വഴി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, നീ പോകൂ, ആ ജീവൻ നിങ്ങളോട് കൂടെ വരുമെന്ന്. അവർ ആ ശബ്ദം കേട്ട് അവിടെ പോകുവാനിടയായി. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവർ അവിടെ പോയില്ല എങ്കിൽ ആ ഭയം അത് നിങ്ങളെ പോകുന്നതിൽ നിന്നും, എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പുറംതിരിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഭയത്തിന് അപ്പുറമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, പോകുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ലോക്ക്ഡൗൺ ഉണ്ടാകുകയില്ല, എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുങ്ങും, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ആ പുത്രൻ ആ ജീവനോടുകൂടെ അവിടെ പോയപ്പോൾ കാണുവാനിടയായി, എല്ലാ സാഹചര്യങ്ങളും എന്തിനു വേണ്ടി പോയോ അതിൽ വിജയിയായി തിരിച്ചു വരുവാനിടയായി. എന്താണ് അവരവിടെ ചെയ്തത്? അവർ വചനത്തിൽ തന്നെ നിലനിന്നു. അതുകൊണ്ട് ആ ഫലത്തെ ഉത്ഭവിപ്പിക്കാനിടയായി. അങ്ങനെ വചനം ഉണ്ടായിട്ട് ആ പ്രശ്നത്തിൽ അവരുടെ ചെവിയിലേക്ക് വരുമ്പോൾ അവർ പോയില്ല എങ്കിൽ ആ ഫലം ചിലപ്പോൾ ഉണ്ടാകുകയില്ലായിരുന്നു.
അതുകൊണ്ട് വളരെയധികം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഫലം കാണാൻ സാധിക്കാത്തത്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ആഴ്ച ഞാൻ ദശാംശത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ വലിയൊരു കൊടുങ്കാറ്റിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എത്രയധികം സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നോ ആ പരീക്ഷയുടെ സമയത്താണ് വന്നത്. ആ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ കണ്ടു, ഞാൻ പഠിക്കുവാനിടയാ പരീക്ഷ വന്നപ്പോൾ ഞാൻ വചനത്തിൽ എങ്ങനെയാണ് ദൃഢതയോടെ നിന്നതെന്ന്. എന്തുകൊണ്ടെന്നാൽ പിതാവ് നോക്കുകയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന്. എന്തുകൊണ്ടെന്നാൽ യേശു പറയുന്നത് തന്നെയാണ് ചെയ്യുന്നത്. പറയുന്നതും ഇതും രണ്ടല്ല, അതൊന്നാണ്. ഞാൻ ഈ വചനം ഏറ്റു പറയുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യം ആണെന്ന് പറഞ്ഞാൽ ഞാൻ വഴിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹിമാചലിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ വളരെയധികം ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. നിനക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഉണ്ടാവാൻ സാധ്യത, ഇത് ശരിയായ തീരുമാനമാണോ? പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്ക് വന്നു, നീ പോകുക എന്ന്. ഞാൻ പോകുവാനിടയായി. 20-25 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ലോക്ക്ഡൗണും ഉണ്ടായില്ല. ഞാൻ തിരിച്ചു വന്ന് 3-4 ദിവസത്തിന് ശേഷം അവിടെ ലോക്ക്ഡൗൺ ആകുവാനിടയായി. നിങ്ങൾ വഴിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ളൊരു ആഗ്രഹം വരികയാണ് പോകണമെന്ന് വന്നാൽ അത് യേശുവിലൂടെയാണ് വന്നത്. എല്ലാ പ്രശ്നങ്ങളും അതെല്ലാം അടങ്ങുവാനിടയാകും. ആ വഴി ആ സ്ഥലത്ത് ഒരുങ്ങുവാനിടയാകും. എനിക്ക് സാക്ഷ്യം വളരെ ഇഷ്ടപ്പെട്ടു. ഈ പുത്രൻ എങ്ങനെയായിരുന്നു ഭയപ്പെട്ടത് കേരളത്തിൽ പോകണമോ വേണ്ടയോ എന്ന്. എന്തുകൊണ്ടെന്നാൽ കോവിഡ് ആയിരുന്നു. അവർ തീരുമാനമെടുത്തു. ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ അവർക്ക് കാണുവാനിടയായി എല്ലാ കാര്യങ്ങളും ആ പുത്രന് വേണ്ടി ആ സാഹചര്യങ്ങൾ മാറുന്നത്. അവർ ഉറപ്പോടെ ആ വചനത്തിൽ നിലനിന്നപ്പോൾ അവർക്ക് കാണുവാനിടയായി എല്ലാ സൃഷ്ടികളും അതിനുവേണ്ടി, സത്യത്തിന് വേണ്ടി ഒന്നാവുന്നത് കാണുവാനിടയായി. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഞാൻ ഈ വചനം എടുത്തതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ യേശു പറയുകയാണ് അവൻ്റെ വചനത്തിൻ്റെ വാല്യൂ എന്താണെന്ന്. നമ്മൾ എത്ര പേര് പറയാറുണ്ട്, യേശു ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷെ ആ സ്നേഹത്തെ കാണിക്കാൻ വേണ്ടിയുള്ള കാര്യം ഇതാണ്, അവൻ പറഞ്ഞ വചനങ്ങളിൽ അതിൽ വിശ്വസിച്ച് ആ വചനത്തിൽ സഞ്ചരിക്കുന്നവരായി തീരുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ സ്നേഹത്തെ നമ്മൾ യേശുവിനോടുള്ള രീതിയിലുള്ളത് നമ്മൾ പ്രകടമാക്കുകയാണ്. നമ്മൾ യേശുവിനോട് പറയാറുണ്ട്, യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന്. നമ്മൾ ആ വചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ? യേശു പറഞ്ഞതിൽ പോകാൻ തീരുമാനമെടുത്തപ്പോൾ അവൾ ആ വചനത്തിൽ നിന്നു ആ സ്നേഹത്തെ യേശുവിന് വേണ്ടിയുള്ളത് അവിടെ കാണിക്കുവാനിടയായി. ഇതൊരു ബന്ധമാണ്. ഇപ്പോൾ എല്ലാ സൃഷ്ടികളും അതിനുവേണ്ടി സാക്ഷ്യം പറയുകയാണ് ആ സത്യത്തെക്കുറിച്ച്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. ഗ്രീക്ക് ഭാഷയിൽ ചൊവ്വുള്ളതിന്റെ അർത്ഥം ഒന്ന് എന്നാണ്. ഒരു ചിന്തയാണ്, രണ്ട് ചിന്തയല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കാൻ ശ്രമിക്കുക. ഒരു കണ്ണുകൊണ്ട് ഒരു കാര്യവും മറ്റുള്ളൊരു കണ്ണുകൊണ്ട് മറ്റൊരു കാര്യവും നോക്കാൻ ശ്രമിക്കുക. അങ്ങനെ സംഭവിക്കുമോ? നിങ്ങൾ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കുമോ? നിങ്ങൾക്കറിയാമോ, ആരുടെയെങ്കിലും കണ്ണ് ഒന്ന് വലതും ഒന്ന് ഇടതും നോക്കുകയാണ് എങ്കിൽ ആ ആളെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകും. ആ ഡോക്ടർ ആ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കണ്ണാടിയോ എന്തെങ്കിലും കൊടുക്കും, അവരുടെ കണ്ണ് ശരിയാകാൻ വേണ്ടി. അതുകൊണ്ട് വചനം പറയുകയാണ്, ശരീരത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് അത് കണ്ണാണ്. നമ്മുടെ മനസ്സ് ഒരു ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ രണ്ട് ചിന്തയിലല്ല എങ്കിൽ എല്ലാ വെളിച്ചവും നമ്മുടെ അകത്തുള്ളത് നമ്മുടെ മുഴുവൻ ശരീരത്തിലേക്കും ആ വെളിച്ചം വരുവാനിടയാകും. അങ്ങനെയല്ല, ഞാനിന്ന് ചർച്ചിലാണ്, ഞങ്ങൾ പുത്രനാണ്, ഞാൻ പുറത്തു പോയ മനുഷ്യനാണ്. അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒരേ ചിന്തയിൽ ആയിരിക്കുന്നവരാണ്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിന്റെ കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. എന്തുകൊണ്ടെന്നാൽ യേശു വചനങ്ങൾ പറയുന്നതിന്റെ അർത്ഥം ഇതായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഉദാഹരണം നോക്കാൻ സാധിക്കും. നിങ്ങളുടെ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ എന്റെയും യേശുവിന്റെ ആത്മാവും ഒന്നായി. എങ്ങനെയാണ് ആ വെളിച്ചം, ആ ജീവൻ എന്നിൽ വന്നത്? എല്ലാ സൗഖ്യവും സ്വർഗത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. എല്ലാ വചനവും ഞാൻ പറയുന്നത്, സാക്ഷ്യം പറയുന്നത് ആമേനില് എങ്ങനെയാണ് ആവുന്നത്? ഞാൻ ഇതിൽ കാണുന്നത് പോലെ ഈ വള്ളിയും മുന്തിരിവള്ളിയും ഈ കൊമ്പും അതിൻ്റെ ഇടയിലുള്ള ആ ജീവൻ, നമ്മൾ എത്രയധികം നമ്മുടെ തിരിച്ചറിവിൽ വിശ്വസിക്കുന്നോ, നമുക്ക് യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച തിരിച്ചറിവിൽ വചനം നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ എല്ലാ ജീവനും ആ മുന്തിരിവള്ളിയിൽ നിന്ന് നമ്മുടെ ആത്മാവിലുള്ളത് അത് ഒഴുകാൻ തുടങ്ങും ആ കൊമ്പുകളിലേക്ക്. പിന്നെ അത് ആ ജീവനിൽ ഫലം കായ്ക്കുന്നത് കാണാൻ സാധിക്കും.
ഞാൻ കാണാറുണ്ടോ, അത് വളരെയധികം ആളുകൾ അവരുടെ ചിന്തകളെ പുതുതാക്കുന്നില്ല. അവർ ആ വചനത്തിൽ സഞ്ചരിക്കേണ്ടത് വരുമ്പോൾ അവർ ഫോൺ എടുക്കാറുണ്ട്, എന്നിട്ട് എന്നെ വിളിക്കും, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ സമയത്ത് അവർ മറന്നു പോകുന്നു ആരാണെന്ന്. ചിന്തിച്ചു നോക്കുക, ഞാൻ ജാക്കിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയായിരുന്നുവെങ്കിൽ അവളെ ഉത്സാഹിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. നീ പോകുക, എന്തുകൊണ്ടെന്നാൽ നീ പുത്രനാണ്, ആ ജീവൻ യേശുവിൽ ഉണ്ടായിരുന്നത്, അത് കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് ആ ജീവൻ കൊണ്ട് പോകണം. ഞാൻ അവളോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പോകണം. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, നീ പോകുക, എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് വഴി. പിന്നെ അവർക്ക് കാണുവാൻ സാധിച്ചു ആ വചനം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ആ സമയമായിരുന്നു പരീക്ഷയുടെ. നമ്മൾക്ക് ആ വചനത്തിൽ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം സംഭവിക്കാറുണ്ട് ഞാനും നിങ്ങളും ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ നടക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആ ഫലങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. ഈ രീതിയിൽ നിങ്ങൾ ആ വചനത്തിൽ നിലനിൽക്കുമ്പോൾ, വചനം നിങ്ങൾ എടുക്കുമ്പോൾ, അതിൽ മനസ്സിലാക്കുമ്പോൾ, ആ വചനത്തിൽ നിലനിൽക്കുമ്പോൾ, ആ വചനത്തിൽ വിശ്വസിക്കുക, ആ വചനം നിങ്ങൾക്ക് ഉള്ളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക. പിന്നെ പരീക്ഷയുടെ സമയം വരുമ്പോൾ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഓടുകയില്ല, നിങ്ങളൊരു വിശ്രമത്തിൽ നിങ്ങളെ തന്നെ കാണുവാനിടയാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു, ഒരു സ്വപ്നം ഞാൻ കണ്ടത്, ഞാൻ എങ്ങനെയാണ് ഒരു കുതിരയുടെ മുകളിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് എന്നും ആ കുതിര എന്നെ വീണ്ടും വീണ്ടും വീഴിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ പിന്നെയും തന്നെത്താൻ എഴുന്നേറ്റ് നിന്ന് ആ പൊടി തട്ടിക്കളഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ കുതിരയുടെ മുകളിൽ കയറിയിരുന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. എപ്പോൾ അതിനെ അടക്കാൻ എനിക്ക് സാധിച്ചു അപ്പോൾ വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് പഠിക്കണം എങ്ങനെ ആ സാഹചര്യങ്ങളിലും അതിനെ നിയന്ത്രിക്കണമെന്ന്. എപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പഠിക്കുന്നുവോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ധനത്തെയും നിങ്ങളുടെ അടിമയാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു ദശാംശം എന്താണെന്ന്. ദശാംശം ഇതാണ്, നിങ്ങളുടെ എല്ലാ വരുമാനത്തിൽ നിന്നും 10% മാറ്റിവെക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ ഡസ്റ്റർ, ഇതിൻ്റെ 10% ഞാൻ മുറിക്കുകയാണ്, എന്നിട്ട് ഞാനൊരു പിതാവിന് നൽകുകയാണ്. ഞാൻ ധനത്തിൻ്റെ മേഖലയിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ധനത്തിൻ്റെ അടിമയല്ല, പക്ഷേ ധനം എൻ്റെ അടിമയാണ്, അതെൻ്റെ അടിമയാണ്. പിന്നെ നമ്മൾ ആ വളരെ സമൃദ്ധിയായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കാണും. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നു നിങ്ങളൊരു പുത്രനാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ മാത്രമാണ് സേവിക്കേണ്ടത്. ഞാൻ എൻ്റെ പിതാവുമായി ഇപ്പോൾ ഒന്നാണ്. ഇപ്പോൾ ധനവും അത് എൻ്റെ അടിമയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും 7-ാം അധ്യായം. ഇപ്പോൾ നമ്മൾ കാണുവാനിടെ യേശു പറയുകയാണ്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. നമ്മൾ ഒരു ചിന്തയിൽ, 2 ചിന്തയല്ല, നമ്മൾ ഒരു ചിന്തയിൽ എത്രയധികം നമ്മൾ അങ്ങനെ ചെയ്യാൻ പഠിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആത്മാവിൽ നിന്ന് ജീവൻ നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. വചനത്തിൽ എഴുതിയിരിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. നമ്മുടെ രോഗവും നമ്മുടെ സ്വഭാവത്തിലില്ല. ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ, ഞാൻ വചനത്തിൽ ഉറപ്പുള്ളവരായിരിക്കുമ്പോൾ, ആ ജീവൻ ആത്മാവിൽ നിന്ന് എൻ്റെ ശരീരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ എല്ലാ രോഗങ്ങളും മരണത്തെയും അത് മാറ്റിക്കളയും. ആ ഫലം, ജീവന്റെ ഫലം എന്നിൽ നിന്ന് ഉത്ഭവിക്കാൻ തുടങ്ങും. നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. പാറമേൽ വീട് പണിയുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട്. നമ്മളെല്ലാവരും അവൻ്റെ വചനങ്ങളെ കേൾക്കുന്നുണ്ടോ? നമ്മൾ അവൻ്റെ വചനങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. വചനം മുന്നോട്ട് എന്താണ് പറയുന്നത്? ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ദൈവത്തിന്റെ വചനം എൻ്റെ പാറയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വചനം കേൾക്കുന്നവർ മാത്രമല്ല, പക്ഷെ ആ വചനത്തിൽ നടക്കുന്നവരാകുക. യാക്കോബിന്റെ പത്രികയിൽ എഴുതിയിരിക്കുകയാണ്, അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ആ കാര്യം ഇതാണ്, നമ്മൾ മറന്നു പോകാതിരിക്കുക നമ്മളൊരു പുത്രനാണെന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ മനുഷ്യജാതിയല്ല. അതുകൊണ്ട് സാക്കിന്റെ സാക്ഷ്യത്തിലും ആ കാര്യം ചെയ്യാനുണ്ടായിരുന്നത് എന്തായിരുന്നു? എല്ലാമായപ്പോൾ ഭയവും വന്നു, കേരളത്തിൽ പോകരുതെന്ന്. അപ്പോൾ അവൾ ഏറ്റുപറവാനിടയായി, ഞാൻ കേൾക്കുന്നവൾ മാത്രമല്ല, ഞാൻ വചനത്തിൽ സഞ്ചരിക്കുന്നവളാണ്. യേശുവാണ് എന്നോട് കൂടെയുള്ളത്, ജീവനോട് കൂടെ ഞാൻ ആ സ്ഥലത്തേക്ക് പോകും. അവൾ മറന്നില്ല അവൾ ആരാണെന്ന്. അവൾ വചനത്തിൽ നടക്കുവാൻ തുടങ്ങിയപ്പോൾ, ആ കോവിഡ് വന്നപ്പോഴും അത് അവളുടെ കാലിന്റെ കീഴിലായി. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്,
കേട്ട് ചെയ്യാൻ തുടങ്ങി. ആ ബുദ്ധിമാനുള്ള മനുഷ്യനെ പോലെയായി. അവരുടെ വീട് പാറമേൽ പണിത്, മഴ പെയ്തു, കോവിഡ് വന്നു, കൊടുങ്കാറ്റടിച്ചു, എന്നിട്ടും അവൾ മാറിയില്ല. എന്തുകൊണ്ടെന്നാൽ അവളുടെ അടിസ്ഥാനം പാറമേലായിരുന്നു. ഏതെങ്കിലും പുത്രന്റെ ജീവിതത്തിൽ പരീക്ഷ വരുന്നുണ്ടെങ്കിൽ അവർ ആ മേഖലയിൽ ഇതുവരെ ആ പുത്രന്റെ രൂപത്തിൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ യേശു കൊടുങ്കാറ്റിന്റെ ഇടയിൽ ഉറങ്ങുകയായിരുന്നു. അവന് പരീക്ഷയല്ലായിരുന്നു, അവൻ വിശ്രമത്തിലായിരുന്നു. പക്ഷെ മറ്റുള്ള ശിഷ്യന്മാർ, അവർക്ക് അത് പരീക്ഷയുടെ സമയമായിരുന്നു. അവർ ചെന്ന് യേശുവിനെ ഉണർത്തി. എന്നിട്ട് യേശു അവരെ വഴക്ക് പറയുവാനിടയായി, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തുകൊണ്ട് വിശ്രമത്തിലല്ല? ഞാൻ കൊടുങ്കാറ്റിന്റെ ഇടയിൽ ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ നിങ്ങളും അങ്ങനെ പഠിക്കണം. എത്രയധികം പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുന്നു, ആ കൊടുങ്കാറ്റിന്റെ ഇടയിലും നിങ്ങൾ പിന്നെ ശാന്തമായിരിക്കാൻ സാധിക്കും. സാക്കിന്റെ സാക്ഷ്യത്തിൽ നമ്മൾ ഇതാണ് കേൾക്കുന്നത്. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു എങ്ങനെയാണ് കൊടുങ്കാറ്റിന്റെ ഇടയിൽ വിശ്രമത്തിൽ ആയിരിക്കേണ്ടതെന്ന്. അവൾ എത്രയധികം ആ വിശ്രമത്തിൽ നടന്നോ കാണുവാനിടയായി എല്ലാ സാഹചര്യങ്ങളും അവരുടെ കാലിന്റെ കീഴിലാവുന്നത്. എത്രയധികം ആത്മീയ മേഖലയുണ്ട്. അത് അറിയുന്നുണ്ട്. ഈ പുത്രൻ കേൾക്കുകയും അതിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നവൻ, അത് രണ്ടും ഒന്നാണ്. എത്രയധികം നമ്മൾ ആ സ്ഥാനത്തിൽ നിലനിൽക്കുന്നോ, അപ്പോൾ എല്ലാ വാഴ്ചകളും ശക്തികളും ഈ ലോകത്തിന്റെ എല്ലാം നമ്മുടെ കാലിന്റെ കീഴിൽ ആയിത്തീരും. നമ്മളെ ഭയപ്പെട്ട് ഓടിപ്പോകുവാനിടയാകും. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ ഈ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഒരു പുത്രൻ അവന്റെ വാക്കുകൾ കേട്ട് അതിൽ സഞ്ചരിക്കുന്ന, മറ്റൊരു പുത്രൻ അവന്റെ വചനം കേട്ട് അതിൽ സഞ്ചരിക്കാത്തവർ. ആഹാരാണ് അവരുടെ ഭവനം ദൃഢമായിരിക്കുന്നത്? അവരുടെ തിരിച്ചറിവ് മറക്കാത്തവർ. ആ പുത്രൻ ആണെന്നുള്ള കാര്യം എല്ലാ സാഹചര്യങ്ങളിലും അതിൽ ഉറച്ചു നിൽക്കുന്നവൻ. ആരാണത് മറന്നു പോകുന്നവൻ? ആ മനുഷ്യൻ ആരാണ്? ആ പരീക്ഷയുടെ സമയം വരുമ്പോൾ പക്ഷേ ആ തിരിച്ചറിവിനെ ആ സമയത്ത് വിട്ടുകളഞ്ഞു. അതുകൊണ്ട് വചനവും പറയുകയാണ്, ഏത് കൊമ്പാണ് അവൻ വെട്ടിക്കളയുന്നത്? എന്നിൽ നിലനിൽക്കാത്തത്. എന്നെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, ഞാൻ അവനിലാണെന്ന് പറയുന്നു, പക്ഷെ അവൻ്റെ ഉള്ളിൽ ജീവിക്കുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബിലവഡിൽ ഒരു പിക്ചർ കാണിക്കുവാനിടയായി. നമ്മുടെ ഗ്രൂപ്പിൽ ആ ചിത്രം ഒരു കുതിരയുടേതായിരുന്നു. ആ കുതിര അത് അടങ്ങാത്തതായിരുന്നു. മറ്റൊരു ചിത്രമായിരുന്നു, അത് ശാന്തമായിരുന്നു, അത് അടങ്ങിയൊരു കുതിരയായിരുന്നു. ഞാൻ ഈ ചിത്രം അയച്ചപ്പോൾ നമ്മുടെ ചർച്ചിലെ രത്ന ആ പിക്ചർ കണ്ടപ്പോൾ സ്വപ്നത്തിൽ ദൈവം അവനോട് സംസാരിച്ചു. സങ്കീർത്തനം 27 അവന് കൊടുത്തു. സങ്കീർത്തനം 27 നമ്മുടെ ഭയത്തിന് മേലുള്ള വിജയത്തെക്കുറിച്ചാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ എൻ്റെ വലത് ഭാഗത്തിരിക്കാൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം. അതിന്റെ അർത്ഥം ഇതാണ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ കാലിന്റെ കീഴിലാണ്. രത്ന സാക്ഷ്യം പറയുവാനിടയായി, ആ കുതിരയുടെ മുകളിൽ സഞ്ചരിച്ചപ്പോൾ, ആ കുതിരയെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്തപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന്, അപ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ ആ ശാരീരിക കാര്യങ്ങളുടെ മേൽ നിയന്ത്രിക്കുവാൻ തുടങ്ങും. എത്രയധികം നിങ്ങൾ ആ വചനത്തിൽ വിശ്രമിക്കുന്നോ, ഈ എല്ലാ സാഹചര്യങ്ങളും വിപരീതമായിട്ടുള്ളത് നിങ്ങളുടെ കാലിന്റെ കീഴിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആള് കുതിരയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാ ഭാരവും ഇപ്പോൾ ആരുടെ മുകളിലാണ്? എല്ലാ ഭാരങ്ങളും ഇപ്പം കുതിരയുടെ മുകളിലാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആദ്യം നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ താഴെ ഇടാൻ അല്ലെ നിയന്ത്രിക്കാൻ പാടായിരിക്കും. പക്ഷെ നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് നിങ്ങൾക്ക് അധീനതയിലായി തീരുവാനിടയാകും. നിങ്ങളെ എല്ലാവരും ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ് 27 സങ്കീർത്തനം പഠിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അധികം വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തരും. മുന്നോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശുക്രിസ്തുവിന്റെ അമ്മ യേശുവിന്റെ അടുത്ത് വരികയാണ്. വചനത്തിൽ 19-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, അവന്റെ അമ്മയും സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്ന് പുരുഷാര നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് അറിയിച്ചു. അവരോട് അവൻ, എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരെത്രയെന്ന് ഉത്തരം പറഞ്ഞു. ആരാണ് യേശുവിന്റെ അമ്മയും സഹോദരന്മാരും? ആ വചനം കേട്ടിട്ട് അത് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള മനുഷ്യർ അനുഗ്രഹിക്കപ്പെടും, എല്ലാ കാര്യങ്ങളും അവർ കൈവയ്ക്കുന്നതിൽ. ചിലപ്പോൾ ഒരു ശാരീരിക രൂപത്തിൽ ആർക്കെങ്കിലും മാതാവും പിതാവും വരുമ്പോൾ അവർ പോയി അവർക്ക് ആദരവ് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി അവരെ കാണാൻ പോകും. പക്ഷെ ഇവിടെ യേശു എന്താണ് പറയുന്നത്? എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവത്തിന്റെ വചനം കേട്ട് അത് ചെയ്യുന്നവരാണെന്ന്.
നിങ്ങൾ സത്യത്തിൽ പിതാവിനോട് ആ സ്നേഹം കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ വചനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുക, അവൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ. ഇപ്പോൾ നമ്മൾ രണ്ട് ചിന്തയിൽ ആയിരിക്കുന്നവരല്ല. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അവന്റെ കാര്യങ്ങളെക്കുറിച്ച് വചനത്തിൽ കേട്ടത്, എനിക്കുള്ള അറിവ് അത് ഞാൻ അറിയുന്നു. പക്ഷെ ആ കാര്യം അത് മുമ്പിലാണ്. ഞാൻ അതെല്ലാം ചെയ്യാറുണ്ട് എന്നെക്കുറിച്ച് പിതാവ് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പിതാവ് അതെല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. ഒരു ശാരീരിക മനുഷ്യൻ എല്ലാ കാര്യങ്ങളും അവരുടെ അറിവിലൂടെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതെല്ലാം എന്തുകൊണ്ടാണ്? ആ നന്മദിനങ്ങളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ ചിന്തയിലൂടെയല്ല, നമ്മൾ ആത്മാവിലൂടെയാണ്. വചനം എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞോ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ 1:22. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഈ വചനം നമ്മൾ വീണ്ടും വീണ്ടും വായിക്കും. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തന്നെ താൻ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ചെയ്യുന്നവർ തന്നെ താൻ ചതിക്കുകയാണ്. ആ പ്ലെയിനിൽ പോയില്ലായിരുന്നുവെങ്കിൽ അവളെ തന്നെ ചതിക്കുകയായിരുന്നു. അവിടെ തിരിച്ചറിവിന്റെ വിഷയത്തിൽ മുഴുവൻ ആത്മീയ മേഖലയും ഞാനും നിങ്ങളും പുത്രന്മാരാണെന്നറിയുന്നു. പക്ഷെ വചനത്തിൽ അനുസരിക്കുന്നവരാകുമ്പോൾ പല പുത്രന്മാരും പുറകോട്ടാകുന്നു. വചനം അവരുടെ കുറിച്ച് എന്താണ് പറയുന്നത്? അവർ താൻ ചതിക്കുന്നവരാകുകയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ താൻ കണ്ടു പുറപ്പെട്ടു, താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ താൻ കണ്ടു പുറപ്പെട്ടു, താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. സ്വാഭാവിക ഹീബ്രു വേർഡിന്റെ അർത്ഥം ഉൽപ്പത്തി എന്നാണ്. അതിന്റെ അർത്ഥം ഇതാണ്: ഈ മനുഷ്യൻ മറന്നുപോയി അവന്റെ ഉൽപ്പത്തി എവിടെ നിന്നാണോ ഇരുന്നുവെന്ന്. ഏത് നിമിഷം എന്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം നടന്നു? നമ്മുടെ വീണ്ടും ജനനം എപ്പോഴാണ് ഉണ്ടായത്? നമ്മൾ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ പോയി എന്ന് വിശ്വസിച്ചപ്പോൾ. അവൻ എൻ്റെ എല്ലാ പാപങ്ങളും എടുത്തു. ഞാൻ അവനിലൂടെ പിതാവിന്റെ നീതിയാവേണ്ടതിന്. ഇപ്പോൾ ഞാനും നിങ്ങളും ആദമിക ജാതിയല്ല. വീണ്ടും ജനനത്തിന്റെ അർത്ഥം ഇതാണ്: നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചത് ആദമിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നാണ്, നമ്മുടെ സ്വർഗീയ പിതാവിൽ നിന്ന്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, വചനം കേൾക്കുന്നവർ അതിൽ ചലിക്കുന്നവരല്ല എങ്കിൽ ആ മനുഷ്യനെ പോലെയാണ്. അവരുടെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നു. അവൻ താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി. ഈ വ്യക്തി അവരുടെ കാര്യങ്ങളിൽ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? കണ്ടു മറന്നു പോകുന്നവനല്ല, അതേപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ ചർച്ചയിൽ അവർക്ക് പറയാൻ സാധിക്കും ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന്. പക്ഷെ പരീക്ഷയുടെ സമയം വരുമ്പോൾ അപ്പോൾ നാം മറന്നു പോകരുത് ഞാൻ ആരാണെന്ന്. ആ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുമ്പോൾ അപ്പോൾ ഞാൻ എല്ലാ പ്രവൃത്തിയിലും അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവാനാകും. നമ്മൾ മത്തായിയിൽ വായിച്ചതുപോലെ ആ പാറമേൽ വചനം കേട്ട് അതിൽ സഞ്ചരിക്കുന്നവർ. നമ്മുടെ ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. നമ്മുടെ ചിന്ത എങ്ങനെയാണ്? ഒന്നിന് നമ്മുടെ ശരീരം മുഴുവൻ അത് വെളിച്ചം കൊണ്ടുവരാനിടയാകും. പലപ്പോഴും ഞാൻ നിരാശയാകപ്പെടാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ പലരും എന്നെ ഫോൺ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നില്ലേ? നമ്മുടെ ചിന്ത നിങ്ങൾക്കറിയാമോ, ഈ ചിന്ത ഒരു മതത്തിന്റെ ചിന്തയാണ്. ചിലപ്പോൾ ഒരുപാട് സമയത്തേക്ക് നമ്മൾ ചർച്ചിലായിരുന്നു. പക്ഷേ സത്യം ഇതാണ്: നമ്മളിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. അതിലൂടെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് കാണാൻ സാധിക്കും എത്രയധികം നമ്മുടെ ദാസത്വത്തിന്റെ മനസ്സോ ചിന്തകളും ഉണ്ടായിരുന്നു. അതിനെല്ലാം യേശു ക്രിസ്തു അതിൽ നിന്നെല്ലാം നമ്മളെ സ്വതന്ത്രരാക്കി ആ പുത്രന്റെ മേഖലയിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത്? വചനത്തിൽ നിലനിന്നുകൊണ്ട് ആ വചനത്തെ മറക്കാതിരിക്കുക നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിതാവിലൂടെ. ചിലപ്പോൾ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും വളരെ കൊടുങ്കാറ്റും നിങ്ങളുടെ ജീവിതത്തിൽ കാണാനിടയാകാം. പക്ഷേ എത്രയധികം പരീക്ഷയിലാണെങ്കിലും നിങ്ങൾ പതിയെ അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും, നിങ്ങൾ മറക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം
അതിനു മുമ്പുള്ള അധ്യായത്തിൽ യേശു സ്നാനപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്നും പിതാവിൽ നിന്നൊരു ശബ്ദമുണ്ടാകുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അതിൻ്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആത്മാവ് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 1-ാം വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷിക്കാൻ അടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്താണ് ഉത്തരം പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. എഴുതിയിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ സാധിക്കും, നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗലക്ഷണമുണ്ടെങ്കിൽ എഴുതിയിരിക്കുന്നു. എൻ്റെ സ്വഭാവത്തിൽ രോഗം ആയിരിക്കുന്നതില്ല. ബൈബിളിൽ നമ്മൾ എന്ത് വായിക്കുന്നു, യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ എന്നെക്കുറിച്ചുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, പുത്രൻ അവൻ്റെ ഒന്നും നഷ്ടപ്പെടുകയില്ല. ഇത് എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ സ്വയം നിറവിലാണ്. ഞാൻ ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് പിതാവിലൂടെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് സത്യം. ഇതല്ലാതെ നിങ്ങളുടെ ചുറ്റും കാണുന്നതെല്ലാം വ്യാജമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവവചനമാണ് നിങ്ങളെക്കുറിച്ചുള്ളത് സത്യം. നിങ്ങൾ ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്? പലപ്പോഴും എനിക്ക് കോൾ വരാറുണ്ട്. ആളുകൾ പറയും, ഞാൻ ഇപ്പോഴും രോഗിയാണ്, ഞാൻ ഏറ്റു പറയാറുണ്ട് എൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യത്തിൽ, എന്നിട്ടും എനിക്ക് സൗഖ്യം ലഭിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സ്വഭാവത്തിൽ രോഗമില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ ഇതാണ് വചനവും സത്യവും. ഞാൻ എൻ്റെ അനുഭവത്തെ നോക്കിയല്ല ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നത്, അത് സത്യമാണോ അല്ലയോ എന്ന്. ഞാൻ നോക്കാറുണ്ട്, പലപ്പോഴും ആളുകൾ ഇതാണ് ചെയ്യുന്നത്, അവരവരുടെ അനുഭവത്തെ നോക്കി അതിനെ സത്യമായി പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ ദശാംശത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാനത് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് എഴുതിയിരിക്കുന്നു. പിതാവ് എന്തെങ്കിലും കാര്യത്തിൽ സാക്ഷ്യം പറയുന്നുണ്ട് എങ്കിൽ, അത് നമ്മളോട് ചെയ്യാൻ പറയുന്നുവെങ്കിൽ ഞാനത് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണ്. ഞാൻ രോഗിയായിരുന്നപ്പോൾ ഞാൻ വചനം വായിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുവാൻ തുടങ്ങി. എൻ്റെ സ്വഭാവത്തിലില്ല രോഗിയായിരിക്കുക എന്നുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഞാൻ ആ വേദനയിലും ഞാൻ ഇത് തന്നെ ഏറ്റു പറഞ്ഞു, എൻ്റെ സ്വഭാവത്തിൽ ഇതില്ല, ഇതെൻ്റെ സ്വഭാവത്തിലില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ആ രോഗസൗഖ്യം വർഷങ്ങളായി എനിക്ക് ലഭിക്കാഞ്ഞത് 3 ദിവസം കൊണ്ട് എനിക്ക് ലഭിക്കുവാനിടയായി. ആ നിമിഷത്തിന് ശേഷം എല്ലാ രോഗങ്ങളും എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഇന്നത്തെ ഈ നിമിഷം വരെ ഒരു രോഗവും എന്നെ തൊടുവാൻ ഇടയായിട്ടില്ല. പക്ഷെ ഏറ്റവും ആദ്യം ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ചു. അത് അനുഭവത്തിലൂടെയല്ല വിശ്വസിച്ചത്. എൻ്റെ ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ തയ്യാറായിരുന്നു. ഞാൻ ആ വേദനയോട് കൂടെ മരിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ പിതാവ് എന്നിൽ വിശ്വസിച്ചത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് വചനത്തിലും കാണാൻ സാധിക്കും, യേശു ചാടുന്നില്ല അത് നോക്കാൻ വേണ്ടിയിട്ട് ഈ വചനം സത്യമാണോ അല്ലയോ എന്ന്. നിങ്ങൾക്കറിയാമോ, സാത്താനാണ് പരീക്ഷിക്കുന്നത്, ചെയ്യും. നിങ്ങൾ ചാടി നോക്കുക. ചിലപ്പോൾ അവൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട്, നിങ്ങൾ പുത്രനാണെങ്കിൽ മരുന്ന് കഴിക്കുന്നില്ല, രോഗം വരത്തില്ല. എന്തുകൊണ്ടെന്നാൽ സാത്താനും ഇതേ പ്രകാരമാണ് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട്. യേശു അപ്പോൾ പറയുകയാണ്, എഴുതിയിരിക്കുന്നു, നീ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. എന്താണ് പരീക്ഷിക്കുക? ഇതാണ്, വേറൊന്നിനോട് കൂടെ അതിനെ തുലനം ചെയ്ത് നോക്കുക. യേശു അവൻ്റെ പിതാവിൻ്റെ സാക്ഷ്യത്തിൽ മാത്രമാണ് വിശ്വസിച്ചത്, നീ എൻ്റെ പ്രിയ പുത്രനാണെന്നുള്ളതിൽ. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ആത്മീയ മേഖലയിൽ ഒരു പുത്രൻ അറിയുമ്പോൾ അവൻ അവൻ്റെ പ്രിയ പുത്രനാണെന്നുള്ളത്. എല്ലാ വചനങ്ങളും പിതാവ് എഴുതിയിരിക്കുന്നത് സത്യമാണെന്ന്. അനുഭവം എന്താണെങ്കിലും അപ്പോൾ എല്ലാ സൃഷ്ടികളും അറിയുവാൻ തുടങ്ങും. ഇനി ഈ പുത്രനെ ഇളക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ്റെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്താനിടയാകും. അങ്ങനെയാണ് ധനവും നിങ്ങളുടെ സേവകരാകും. അങ്ങനെയാണ് ദൈവിക ആരോഗ്യവും നമ്മളിൽ നിലനിൽക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനമായിട്ട് മറ്റൊന്നിനോടും തുലനം ചെയ്യാതിരിക്കുമ്പോൾ. ഞാൻ ദശാംശം നൽകുന്നു, ഇതെന്തുകൊണ്ടെന്നാൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സാഹചര്യങ്ങളെ നോക്കാറില്ല, എൻ്റെ കയ്യിൽ എത്രയുണ്ടെന്ന്. ചിലപ്പോൾ എൻ്റെ ശരീരം എന്നോട് പറയുമായിരിക്കും എനിക്ക് കുറവുണ്ടെന്ന്, പക്ഷേ ഞാൻ ദശാംശം എന്തായാലും കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം ഞാൻ സ്വയം നിറവാണ്. ഞാൻ ഈ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. പിന്നെ
പിന്നെ രണ്ട് മേഖലകളും എല്ലാ സൃഷ്ടികളും അറിയുകയാണ് ഈ പുത്രൻ ദശാംശം കൊടുക്കാറുണ്ട്, ഇവന്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇത് പിതാവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ധനവും നിങ്ങളുടെ സേവകന്മാരാകുന്നത്. എപ്പോൾ ഞാൻ എൻ്റെ തിരിച്ചറിവ് എൻ്റെ സാഹചര്യങ്ങളോട് സൃഷ്ടിയിൽ നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് ആ പുഷ്ടിയിൽ ആയിരിക്കുവാൻ, ആ തന്നെത്താൻ തിരിച്ചറിവിൽ അപ്പോഴേക്കും അത് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. അതുകൊണ്ട് എൻ്റെ കാര്യം എനിക്ക് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്, എൻ്റെ പിതാവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. എന്തുകൊണ്ടെന്നാൽ അതാണ് സത്യമെന്ന് ഞാൻ അറിയുന്നു. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. ഇന്നത്തെ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, സാത്താൻ പറയാറുണ്ട്, നിനക്ക് ധനവും സമ്പത്തും എല്ലാം ഞാൻ തരും, എന്നെ നമസ്കരിച്ചാൽ എല്ലാം തരാമെന്ന് പറയും. അപ്പോൾ എല്ലാ സൃഷ്ടികളും ആ ധനത്തിന്റെ സേവ ചെയ്യാൻ വേണ്ടി, ആ ധനത്തിന്റെ സേവയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്, ധനം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ധനമുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ബന്ധങ്ങളിൽ പ്രശ്നവും നിങ്ങളുടെ ആരോഗ്യത്തിൽ പ്രശ്നവും ഉണ്ടാകാം. പക്ഷേ യേശു നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി എന്ന് പറഞ്ഞാൽ അത് എല്ലാ മേഖലകളിലുമുള്ള സമൃദ്ധിയാണ്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ സാത്താൻ പറയുകയാണ്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശുവിനോട്, സാത്താൻ എന്നെ വിട്ടുപോകുക, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് ദശാംശം. അപ്പോൾ യേശു അങ്ങനെ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആത്മീയ മേഖല, പിന്നെ അത് നിങ്ങളെ സേവിക്കുന്നത് കാണാൻ സാധിക്കും. വചനത്തിൽ അതിനുശേഷം യേശു എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം സാത്താൻ, ദുഷ്ടൻ ഓടാൻ തുടങ്ങി. നിങ്ങൾ ആഗ്രഹിക്കുന്നു, ധനം നിങ്ങളെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദശാംശം കൊടുക്കാൻ തുടങ്ങുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ ചുറ്റും എന്തും നടക്കട്ടെ, പക്ഷെ നിങ്ങളുടെ തിരിച്ചറിവ് എപ്പോഴും വചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതാണ് സത്യം. നിങ്ങൾ നിറവാണ്. നിങ്ങളുടെ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എൻ്റെ അനുഭവമാണ്, ഞാൻ ചെറുപ്പം തൊട്ട് വിശ്വസിച്ചിരുന്നു ഞാൻ വളരെ ധനികയാണെന്ന്. എന്തുകൊണ്ടാണ് ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ പിതാവ് സ്വർഗീയ പിതാവാണെന്ന്. അത് എൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ അധിഷ്ഠിതമായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിക്കുമായിരുന്നു. നിങ്ങളും അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിറവിൽ ജീവിക്കേണ്ടത് ഇപ്പോൾ വിശ്വസിക്കുക. നിങ്ങളെക്കുറിച്ചുള്ള പിതാവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, പുറത്ത് കാണുന്നതിലല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സേവിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, മരണത്തിന് നിങ്ങളുടെ മേൽ ഒരധികാരവുമില്ല. അത് എന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 10-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. മുന്നോട്ട് വചനത്തിൽ നോക്കാം. റോമർ 12-ാം അധ്യായം 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഏത് മേഖലയായിരുന്നു പ്രശ്നമുണ്ടായത്? ആദം ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചതിലൂടെയും പാപം ചെയ്തതിലൂടെയും എന്തായിരുന്നു പ്രശ്നത്തിലായിരുന്നത്? എൻ്റെയും നിങ്ങളുടെയും മനസ്സായിരുന്നു പ്രശ്നത്തിലായത്. ഇപ്പോൾ പിതാവ് നമ്മളെ തിരിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിച്ചിട്ട് നമ്മളോട് പറയുകയാണ്, പുത്ര, ഇപ്പോൾ ഞാൻ നിങ്ങളെ പുതിയ സത്യവചനങ്ങളെ പഠിപ്പിക്കുകയും അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവുണ്ടാക്കുകയും ചെയ്യുക. ഈ വൃക്ഷം നിങ്ങളെക്കുറിച്ച് പറയുന്നതിലൂടെയല്ല നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവുണ്ടാക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഞാനാണ് ജീവൻ. എല്ലാ സൃഷ്ടികളും അതിനുവേണ്ടി സാക്ഷ്യം പറയുകയാണ്. അവർ ആ ഫലം ഉത്ഭവിപ്പിക്കുകയാണ് നമ്മൾ പിതാവിൻ്റെ വചനവുമായി ഒന്നാകുമ്പോൾ. ഞാൻ ഈ വചനത്തിൽ ജീവിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈ വചനം ജീവനുള്ളതായി എനിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ആ ജീവൻ ഞാൻ നിങ്ങൾക്കും തരുന്നത്. ഞാൻ എത്രയധികം വചനത്തിൽ നിലനിന്നോ, ഞാൻ ആ സത്യത്തിൽ എൻ്റെ തിരിച്ചറിവുണ്ടാക്കിയോ, എൻ്റെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ തിരിച്ചറിവിൽ നിലനിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇപ്പോൾ എൻ്റെ തിരിച്ചറിവ് എൻ്റെ പിതാവിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളും എൻ്റെ കാലിൻ്റെ കീഴെയാണ്. നിങ്ങൾ എത്രയധികം അവൻ്റെ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ വാഗ്ദത്തങ്ങളും എത്രയധികം വചനമുണ്ടോ അതെല്ലാം സത്യമാവുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആ സാഹചര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് നോക്കാം. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു.
നമ്മളെ ആരാണ് മാറ്റുന്നത്? പരിശുദ്ധാത്മാവാണ്. എത്രയധികം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ഞാൻ പഠിക്കുന്നു, എനിക്ക് കാണാൻ സാധിക്കും അവൻ അധികം എന്നെ ആത്മീയ മനുഷ്യനായി, ആത്മീയ തിരിച്ചറിവിൽ എന്നെ കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ വചനം എൻ്റെ വിഷയത്തിൽ പറയുകയാണ്, നിനക്ക് രോഗം ഉണ്ടാകുകയില്ല എന്ന്. ഞാൻ അതിൻ്റെ ജീവിതത്തിലും ആ സത്യം, എൻ്റെ ശരീരത്തിലും ഞാൻ ആ സത്യത്തെ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ അതാണ് ആ സത്യം. വചനം എന്ന് പറയുന്ന കണ്ണാടിയാണ്. നമ്മൾ ദൈവത്തിലൂടെ ആത്മാവാണ്. നമ്മൾ ആ തേജസ്സമായ രൂപം പ്രാപിക്കാനായിട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുമ്പോൾ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നില്ല നിങ്ങൾ ആരാണെന്ന്. പരീക്ഷയുടെ സമയത്ത് നമ്മൾ മറന്നു പോകരുത് നമ്മൾ ആരാണെന്ന്. സാക്കിന്റെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടതുപോലെ അവൾ പ്ലെയിനിൽ പോകേണ്ടത് അത് ചെയ്യേണ്ട കാര്യമായിരുന്നു. അവളുടെ തിരിച്ചറിവുമായി ഒന്നാകുന്ന കാര്യമായിരുന്നു അത്. നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും അത് രണ്ടും ഒന്നാകുമ്പോൾ എല്ലാ സൃഷ്ടികളും ആ സത്യത്തിന് വേണ്ടി സാക്ഷ്യം നിൽക്കുവാൻ തുടങ്ങും. നിങ്ങൾ ഏത് തിരിച്ചറിവിലായിരിക്കുന്നു. ഇതേ രീതിയിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ഉയർച്ചയെ വളർച്ചയെ നമുക്ക് നമ്മുടെ കൂടെ കാണാൻ സാധിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഗലാത്യർ 4-ാം അധ്യായം 1-ാം വാക്യം. ഈ സത്യത്തെ നിങ്ങൾ പിടിക്കുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും. അവകാശി ആരാണ്? ഒരു രാജാവിന്റെ മകൻ. എല്ലാ കാര്യവും അവന് ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ അത് അവന്റെ അവകാശിയാണ്, അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതി ആയതുകൊണ്ട്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളും ഒട്ടും വിശേഷതയുള്ളവനല്ല. ഇവിടെ വചനം പറയുകയാണ്, പിതാവ് പറയുകയാണ്, ശിശുവും ദാസനിലും ഒരു വ്യത്യാസവുമില്ല, വിശേഷതയില്ല എന്ന്. ഇവിടെ ഈ വചനത്തെ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കാം. ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നിവിടെ വായിക്കാൻ. ഈ വചനം നിങ്ങളുടെ PDF ഫയലിൽ ഇല്ല, പക്ഷെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വചനം പറയുകയാണ്, ആത്മീയ മേഖലയിൽ ഇപ്പോൾ വളരുന്നതിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ ഒരു ബാലനെ പോലെ ആയിരിക്കുന്നവരെ കുറിച്ച് എബ്രായർ 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. 13-ാം വാക്യം, പാൽ കുടിക്കുന്നവന് എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഇതിന്റെ അർത്ഥം ആ മനുഷ്യൻ അവർക്ക് വചനത്തിന്റെ അറിവില്ലാത്തവർ ഒരു ബാലനെ പോലെയാണ്. അതിന്റെ അർത്ഥം ഇതാണ്, ആ മനുഷ്യൻ അറിയുകയില്ല നമ്മുടെ നീതി എന്ന് പറയുന്നത് അത് രക്തത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന്. അതുകൊണ്ട് അവരവരുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, കൃപയും നീതിയും ലഭിച്ചവർക്ക് അവരവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അവർ വിജയികളാകുമെന്ന്. അത് ചിലപ്പോൾ നമ്മൾക്ക് തോന്നും നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ശിശുവിലും ദാസനിലും വ്യത്യാസമൊന്നുമില്ല. ആദം പാപം ചെയ്തപ്പോൾ ഒരു ദാസന്റെ മനസ്സിലേക്ക് ആ മേഖലയിലേക്ക് വീണു പോകുവാനിടയായി. കോവിഡ് വന്നപ്പോൾ ആളുകൾ കോവിഡിന്റെ ദാസന്മാരായി. ധനം എല്ലാവരുടെയും മുകളിൽ ഭരിക്കാൻ തുടങ്ങി. രോഗം എല്ലാവരെയും വാഴുന്നു. നമുക്ക് കാണാൻ സാധിക്കും, ആദം ഇപ്പോൾ വാഴുകയല്ല, അവൻ എല്ലാത്തിൻ്റെയും ദാസനായി തീർന്നു, അടിമയായി തീർന്നു. പഴയ നിയമത്തിൽ ദൈവം ഇസ്രയേലികളെ മിസ്രൈം അടിമത്വത്തിൽ നിന്നും വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് കൊണ്ടുപോയതുപോലെ നമ്മളെയും ആ ദാസത്വത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ ഇപ്പോൾ പുത്രന്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേരത്തെ പിതാവ് പൂർത്തീകരിച്ചു വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഹൃദയം, നമ്മുടെ പുതിയ മനസ്സ് പരിശുദ്ധാത്മാവിലൂടെ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അറിയണം, നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി എല്ലാ നമ്മുടെ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മേഖലകളിലും നമ്മുടെ ദാസന്റെ ഹൃദയം ഉണ്ടായിരുന്നിടത്ത് അവിടുന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു പുത്രന്റെ ഹൃദയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ഏതെല്ലാം മേഖലകൾ നമ്മൾ ഭയപ്പെടുന്നോ അതിൻ്റെ നമ്മളായി തീരും. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഭയം കൊണ്ടുവരുമ്പോൾ, ഞാൻ നിന്നേക്കാൾ വലുതാണെന്ന് പറയുമ്പോൾ, അത് ഭയമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാക്കിന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ ഇല്ല, ആ സ്ഥലത്ത് കോവിഡ് ഉണ്ട്, രോഗമുണ്ട്, പക്ഷെ എല്ലാ സാഹചര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെക്കഴിഞ്ഞ് വലുതാണെന്ന്. പക്ഷെ സാഗ് അവിടെ പോയപ്പോൾ, അവൾ പ്ലെയിനിലിരുന്നപ്പോൾ അവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയായിരുന്നു, ഞാൻ ഇതിനെ കഴിഞ്ഞെല്ലാം മുകളിലാണ്. അതുപോലെ ആ കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെ ആ സാഹചര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കുന്നത് കാണുവാൻ സാധിച്ചു. പരീക്ഷയുടെ മേഖലയിൽ അവൾ മറന്നുപോയില്ല അവൾ ആരാണെന്ന്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നോക്കാം. ഗലാത്യർ 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു.
അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നത് അതൊരു തിരിച്ചറിവിനോട് കൂടിയാണ് വരുന്നത്. എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുകളിൽ അത് വാഴാൻ തുടങ്ങുമ്പോൾ, അത് ബന്ധത്തിലുള്ളതാണെങ്കിലും നമ്മുടെ ധനത്തിൻ്റെ മേഖലയിലാണെങ്കിലും, എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഭയപ്പെടുന്നത് അതൊരു തിരിച്ചറിവിനെ നമ്മുടെ മുകളിൽ, ഒരു ദാസന്റെ തിരിച്ചറിവിനെ നമ്മുടെ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയമാണ് നമ്മൾ ഭയപ്പെടാതെ നമ്മൾ നമ്മുടെ തിരിച്ചറിവിൽ ഉറച്ച് ആ സാഹചര്യങ്ങളുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്, ഞാൻ ദൈവപുത്രനാണ് എന്ന്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾ വാഴുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വചനം പറയുകയാണ്, നീ ഇനി ദാസനല്ല പുത്രനല്ലേ, പുത്രനെങ്കിലോ. നമ്മൾ മറക്കാതിരിക്കുമ്പോൾ ദൈവത്തിലൂടെ നമ്മൾ അവകാശികളാവുകയാണ്. പിന്നെ എല്ലാ വചനങ്ങളും എഴുതിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹാ ഓർ ആമീനിൽ പൂർത്തീകരിക്കും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ ആ റിപ്പോർട്ട് വന്നപ്പോൾ, ക്യാൻസറിനെ കുറിച്ചുള്ളത്, ഒരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നു. എല്ലാ സാഹചര്യങ്ങളും എന്നോട് പറയുകയായിരുന്നു, ഓടാൻ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഞാൻ ആ പുത്രൻ്റെ തിരിച്ചറിവിലല്ലായിരുന്നുവെങ്കിൽ ആ അവകാശം എനിക്ക് പ്രാപിക്കാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ തിരിച്ചറിവിൽ നിലനിന്നപ്പോൾ, ഞാൻ എൻ്റെ ചിന്തയിൽ ഈ ഉറപ്പിൽ നിലനിന്നു, എൻ്റെ എല്ലാം പിതാവിൻ്റെതാണ്, ഞാനൊരു പുത്രനാണ്. ആ ജീവൻ എൻ്റെ മമ്മിയുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത് ഞാൻ കാണുവാനിടയായി. ഞാൻ ആ തിരിച്ചറിവിൽ നിന്ന് എൻ്റെ സാഹചര്യങ്ങളിൽ എൻ്റെ തിരിച്ചറിവുണ്ടാക്കിയില്ല. പക്ഷേ ആ പ്രശ്നങ്ങളിൽ അതിനെ നിയന്ത്രിച്ചപ്പോൾ എൻ്റെ മമ്മിയുടെ അടുത്ത റിപ്പോർട്ട് നെഗറ്റീവായി വരുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയുടെ സമയം വരുമ്പോൾ നമ്മൾ അറിയണം, നമ്മൾ മറക്കരുത് നമ്മൾ ആരാണെന്ന്. നമ്മൾ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ പുത്രൻ ദൈവത്തിന്റെ വചനം കേട്ട് അതിനെ അനുസരിക്കുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വചനം കേട്ട് 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 വളരെ ജ്ഞാനം നിങ്ങൾ പ്രാപിക്കുന്നു. പക്ഷെ നിങ്ങൾ ആ വചനത്തിൽ സഞ്ചരിക്കുന്നില്ല എങ്കിൽ വളരെയധികം പ്രശ്നങ്ങളിൽ നിങ്ങൾ പിന്നെയും ദാസന്മാരായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് മറക്കരുത് നമ്മൾ ആരാണെന്നുള്ളതും. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രശ്നം നമ്മുടെ എതിർ വരുമ്പോൾ, എൻ്റെ മമ്മിയുടെ ക്യാൻസർ റിപ്പോർട്ട് വന്നപ്പോൾ ചിന്തിക്കാമായിരുന്നു, എനിക്കും ഭയമൊപ്പെട്ട് മറ്റുള്ളവരോട് എനിക്ക് ഫോൺ വിളിച്ച് എൻ്റെ ചിന്തകളെ എനിക്ക് പറയാമായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ തിരിച്ചറിവിൽ ഞാൻ നിലനിന്നു, എൻ്റെതെല്ലാം പിതാവേ അങ്ങയുടേതാണ്, മമ്മി ഈ റിപ്പോർട്ട് നുണയാണ്, നമുക്ക് വീണ്ടും ട്രസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കാണാൻ സാധിച്ചു, ഞാൻ എത്രയധികം ആ സമാധാനത്തിൽ നിലനിന്നു. ഞാൻ കണ്ടു, ഞാൻ ആ സാഹചര്യങ്ങളുടെ ദാസനല്ല, ആ സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിൽ മുട്ടുകിടക്കുന്ന എനിക്ക് കാണാൻ സാധിച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ നിങ്ങൾ വാഴാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും രോഗമുണ്ട്, അല്ലെങ്കിൽ തലവേദന, ജലദോഷം, നിങ്ങൾ ഫോൺ എടുത്ത് ആരെയും ഫോൺ വിളിക്കാതിരിക്കുക, അല്ലെ എന്നെ വിളിക്കാതിരിക്കുക സൗഖ്യത്തിന് വേണ്ടി. നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ നിലനിൽക്കുക. നിങ്ങൾ ആ ജീവൻ നിങ്ങളുടെ ആത്മാവിലുള്ളത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകാൻ അനുവദിക്കുക. നിങ്ങൾ എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവ് ആത്മാവിലൂടെ കാണുമ്പോൾ, ഈ രോഗിയായിരിക്കുന്ന എൻ്റെ സ്വഭാവത്തിലില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ രോഗസൗഖ്യം ഒഴുകുന്നത് നിങ്ങൾ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ യുദ്ധത്തിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട കാര്യം വരികയില്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഗലാത്യർ അതിൻ്റെ 6-ാം അധ്യായം 6-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് ശരീരത്തിലൂടെയോ ആത്മാവിലൂടെയോ നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ. ശരീരം എന്താണ്? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഇന്ദ്രിയത്തിനനുസരിച്ചാണ് നമ്മൾ കാണുന്നതും തൊടുന്നതും നമ്മൾ അനുഭവിക്കുന്നതും. എൻ്റെ അമ്മയുടെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് ശരീരത്തിനനുസരിച്ച് എനിക്ക് ചെയ്യാമായിരുന്നു. ഞാൻ ശരീരത്തിനനുസരിച്ച് വിതച്ചാൽ, ശരീരത്തിന്റെ കാര്യങ്ങളിൽ മനസ്സ് വെച്ചാൽ, ഞാൻ ശരീരത്തിന്റെ ദാസനാണ്. പിന്നെ അതിന്റെ ഫലം മരണമാണ്. നമ്മൾ ആത്മാവിൽ വിതച്ചാൽ അതിന്റെ അർത്ഥം എല്ലാ എൻ്റെ ഇന്ദ്രിയങ്ങളും ശരീരവും എന്നോട് പറയും, ഈ റിപ്പോർട്ട് പറയും എന്നോട്. ആ സാഹചര്യത്തിൽ ഞാൻ ശാന്തമായിരിക്കാൻ പഠിക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ ഫലം ലഭിക്കുവാനിടയാകും. അവന്റെ വചനം എന്നിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഞാൻ ആ ജീവനെ കാണുവാനിടയാകും. വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. എത്രയധികം നമ്മൾ സാഹചര്യങ്ങളിൽ കൊടുങ്കാറ്റിൽ ശാന്തമായിരിക്കാൻ പഠിക്കുന്നുവോ നമുക്ക് കാണാൻ സാധിക്കും ആത്മാവിന്റെ ഫലം എപ്പോഴും അത് നിത്യജീവനായിരിക്കും. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. നിങ്ങൾക്ക് PDF ഫയലിൽ നോക്കാവുന്നതാണ്. മനസ്സിന്റെ യുദ്ധം. നിങ്ങൾക്കറിയാമോ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ളത് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സുമായി ആ കാര്യങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനസ്സ്
ആ അടങ്ങാത്ത കുതിരയെ പോലെയാണ്. എത്രയധികം നമ്മൾ ശാന്തമായിരിക്കാൻ പഠിക്കുന്നോ, നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നോ, പിന്നെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ വിജയാളിയായിരിക്കുന്നത്. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നിങ്ങളിൽ എത്ര പേർ ഈ കാര്യം ചെയ്യാറുണ്ട്? നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ വിചാരങ്ങളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് വിപരീതമായിട്ട് പൊങ്ങുന്നതിനെ പിടിച്ചെടുക്കാറുണ്ട്? ഞാൻ നിങ്ങളെല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിതാവ് എത്രയധികം സത്യവാനാണ് നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് എന്ന്. നമുക്ക് കാണാൻ സാധിക്കും, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അതിന്റെ അർത്ഥം ഇതാണ്, പ്രശ്നം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് ആ പ്രശ്നം മറ്റുള്ളവരോട് പറയുകയല്ല ചെയ്യേണ്ടത്. ആ പ്രശ്നം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ചിന്തയിലും ഭാരത്തിലും നിങ്ങൾ അവിടെ ഇവിടെയും സഹായത്തിന് വേണ്ടി ഓടുക. ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ശരീരത്തിനനുസരിച്ച് പോരാടണമെന്ന്. വചനത്തിൽ എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നിങ്ങൾക്കറിയാമോ, ദുഷ്ടൻ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നുണകളെ, വ്യാജത്തെ കൊണ്ടുവരും. അതിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ നിമിഷം നമ്മൾ ആ ബന്ധനത്തിലായി പോവുകയാണ്. എൻ്റെ വല്യപ്പനായ രോഗമുണ്ടായിരുന്നു, എൻ്റെ പപ്പയ്ക്ക് ഈ രോഗമുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ രോഗം എനിക്കും വരാം. ഈ കോട്ടകൾ വ്യാജമായ തിരിച്ചറിവിനെ കൊണ്ടുവരികയാണ്. ഞാൻ എപ്പോഴും ദരിദ്രനായിരുന്നു, എന്തുകൊണ്ടെന്നാൽ ഒരു കാര്യത്തിലും എനിക്ക് വിജയിക്കുവാൻ സാധിച്ചിട്ടില്ല. വചനം പറയുകയാണ്, നിങ്ങൾ വചനത്തിലൂടെ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ കോട്ടകൾ ഇടിക്കുവാൻ ശക്തിയുള്ളവരായി തീരുമെന്ന്. ആ വചനത്തിലൂടെ എല്ലാ കോട്ടകളും നിങ്ങളുടെ തിരിച്ചറിവിന് വിപരീതമായിട്ടുള്ളത് അതിനെല്ലാം നിങ്ങൾക്ക് ഇടിച്ചു കളയാൻ സാധിക്കും. എത്ര നാളായിട്ട് നിങ്ങൾ ഒരു വ്യാജത്തിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് അത് ബാധകമല്ല. എന്തുകൊണ്ടെന്നാൽ വചനം പറയുന്നു, ഇപ്പോൾ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്, നിങ്ങളുടെ വീണ്ടും ജനനം സ്വർഗത്തിൽ നിന്നാണ് നടന്നിരിക്കുന്നത്. അവൻ നമ്മുടെ എല്ലാ രോഗങ്ങളെയും എടുത്തു. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളും രോഗത്തിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ ഞാനിപ്പോൾ പുത്രനാണ്, എൻ്റെ സ്വഭാവത്തിൽ രോഗമില്ല. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എല്ലാ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളയണമെന്ന്. നിങ്ങൾക്കറിയാമോ, പലപ്പോഴും ഞാനും ചിന്തകളിൽ സങ്കല്പങ്ങൾ ആയിപ്പോകും. പല കാര്യങ്ങളിലും ഇത് അങ്ങനെ ആയിപ്പോകാം, അങ്ങനെ ആയിപ്പോയെങ്കിൽ ഇങ്ങനെ ആവുമോ. ഇതുവരെ ആ കാര്യങ്ങൾ നടന്നിട്ടില്ല, എൻ്റെ ചിന്തയിലേക്ക് വന്ന കാര്യങ്ങൾ. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായിട്ട് പൊങ്ങുന്ന എല്ലാത്തിനും ഇടിച്ചു കളയണമെന്ന്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുക, അത് സാധിച്ചില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നെ കഴിഞ്ഞ് നല്ല ഒരാളുണ്ടായിരിക്കും, ഞാനത് ശരിയായിട്ട് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടിയില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുകയാണ്, നമ്മളിങ്ങനെ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സ് വെക്കരുത്. എല്ലാ സങ്കല്പങ്ങളും ഇങ്ങനെയുള്ള ഉയർച്ചകൾ, ദൈവപരിജ്ഞാനത്തിന് വിരോധമായിട്ട് പോകുന്ന എല്ലാ ഉയർച്ചകളെ ഇടിച്ചു കളയണം. എല്ലാ വിചാരങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. ക്രിസ്തു നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങൾക്കറിയാമോ, ഞാൻ ആദ്യമായി എൻ്റെ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചപ്പോൾ അതിന് കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുവാനിടയായി, ഞാൻ ആ രോഗസൗഖ്യം വീണ്ടും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന്. അതൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആ വിചാരം എൻ്റെ തിരിച്ചറിവിന് വിരോധമായിട്ട് പൊങ്ങിയതായിരുന്നു. അതിനെ ഞാൻ പിടിച്ചടക്കി, അതിനെ ഞാൻ ഇടിച്ചു കളഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആ സത്യത്തിലൂടെ ഞാൻ പുത്രനാണ്, എൻ്റെ സ്വഭാവത്തിൽ രോഗമില്ല എന്നുള്ളത്, ആ രോഗം തന്നെത്താൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുവാനിടയായി. പിന്നെ ആ ചിന്ത, ആ സങ്കല്പത്തെ ഞാൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനായി പിടിച്ചടക്കി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ നിങ്ങൾ നിലനിൽക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾ വ്യർത്ഥമായിട്ടുള്ളതാണ്, വ്യർത്ഥമായിട്ടുള്ള ചിന്തകളെയാണ് കൊണ്ടുവരുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലും ഇത് പഠിക്കാറുണ്ട്. എൻ്റെ സങ്കല്പങ്ങൾ അവിടേക്കും ഇടയ്ക്കും ഓടുമ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങും, ഈ സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ഈ ഭാവനകളെ എങ്ങനെയാണ് പിടിച്ചടക്കി എടുക്കുന്നത് എന്ന്. ഞാൻ എത്രയധികം ഇത് പഠിക്കുമെന്നോ, ഇപ്പോൾ എനിക്കിത് അത്ര ഭാരമായിട്ടുള്ള കാര്യമല്ല. ആദ്യമായി നിങ്ങൾ ഒരു കുതിരയുടെ മുകളിൽ കയറുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളെ വീഴിക്കാം, രണ്ടാമതും ചിലപ്പം വീഴിക്കാം. പക്ഷെ പതിയെ പതിയെ നിങ്ങളത് അതിൻ്റെ മുകളിൽ അതിനെ പിടിച്ചടക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കും. എത്രയധികം നിങ്ങൾ അങ്ങനെ പഠിക്കുന്നുവോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പിന്നെ നിങ്ങളുടെ ആത്മീയ ജീവൻ, നിങ്ങളുടെ ശാരീരിക ജീവന്റെ മേൽ വാഴുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ എല്ലാ കൽപ്പനകളുടെയും വിചാരങ്ങളുടെയും സങ്കല്പങ്ങളുടെയും എൻ്റെ ക്രിസ്തുവിനോടുള്ള പരിജ്ഞാനത്തിന് വിപരീതമായിട്ടുള്ളതിനെ അതിനെ ഇടിച്ചിട്ട് പിടിച്ചടക്കി ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചടക്കുകയാണ്. അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ എൻ്റെ മനസ്സിന് മുകളിൽ അധികാരം വെക്കുന്ന ആളാണ്. നിങ്ങൾക്ക് എന്നോട് കൂടെ ഏറ്റു പറയാൻ സാധിക്കും, ഞാൻ എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ഹൃദയ പ്രാണന് മുകളിൽ വാഴുന്നവനാണ്, എല്ലാ അധികാരം വെക്കുന്നവനാണ്.
നിങ്ങൾക്കറിയാം, ഇന്നലെ വരെ ഞാൻ വചനത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇന്ന് എന്താണ് പറയേണ്ടതെന്ന്. പക്ഷെ എനിക്കറിയാമായിരുന്നു നമ്മൾ സമൃദ്ധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഇന്നത്തെ വചനം എനിക്ക് തരുവാനിടയായി. ഞാൻ എഴുന്നേറ്റപ്പോൾ വളരെയധികം വിചാരങ്ങൾ, ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതെല്ലാം ഞാൻ എഴുതാൻ തുടങ്ങി. ഈ വെളിപ്പാടുകളെല്ലാം എനിക്ക് ലഭിക്കുവാനിടയായി. ഞാൻ രാത്രിയിലായിരുന്നപ്പോൾ എനിക്ക് വളരെയധികം സങ്കല്പങ്ങൾ വരുവാൻ തുടങ്ങി. ഒരു കാര്യം സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു പുത്രൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ആളല്ല. നമ്മുടെ ജീവൻ വചനത്തിലൂടെയാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഞാൻ പിതാവിനെ നന്ദി പറയുവാനിടയായി. പിതാവെ നന്ദി, ഞാൻ അങ്ങയുടെ രക്തത്തിലൂടെയുള്ള സന്തതി ആയതുകൊണ്ട്. നാളത്തെ വചനം വളരെ അത്ഭുതമാകാൻ പോകുന്നു, അതിനായി നന്ദി. ആ ചിന്തയോടെ ഞാൻ ഉറങ്ങാൻ പോയി. ഞാൻ എൻ്റെ സങ്കല്പങ്ങൾക്ക് അധികാരം കൊടുത്തില്ല, എൻ്റെ തിരിച്ചറിവ് അത് പറയാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ പിതാവായ ദൈവം എന്നോട് സംസാരിച്ചത് കാണുവാനും ആ വെളിപ്പാടുകൾ തന്നത് ഞാൻ എഴുതാൻ തുടങ്ങി. അതെൻ്റെ ഡയറിയിൽ എഴുതി. എനിക്ക് ചെയ്യാമായിരുന്നു. എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് എനിക്ക് ചിന്തിച്ച് സങ്കല്പത്തിനനുസരിച്ച് എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല ഇന്ന്. ഞാൻ എൻ്റെ സങ്കല്പങ്ങളെ, എൻ്റെ തിരിച്ചറിവ് പറയാൻ ഞാൻ ആരാണെന്ന് പറയാൻ അനുവദിച്ചില്ല. പിന്നെ ഞാൻ എൻ്റെ സങ്കല്പങ്ങളുടെ ദാസനായി തീരുവാനിടയാകും. പിന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. റോമർ 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 8-ാം അധ്യായം 5-ാം വാക്യം എഴുതിയിരിക്കുകയാണ്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ശരീരത്തിൽ മനസ്സ് വയ്ക്കുക. ശരീരത്തിൽ മനസ്സ് വയ്ക്കുന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന, പുറത്തുനിന്ന് നമ്മൾക്ക് വരുന്നത്. ഒരാൾ പറയുകയാണ്, ഞാൻ കാണുന്നത് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് വേണ്ടി ശരീരത്തിൽ മനസ്സ് വയ്ക്കുന്നവർ. ജഡത്തിന്റെ ചിന്ത മരണം, പക്ഷെ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്നത്തെ ദൈവത്തിന്റെ വചനം വളരെ സത്യമുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിങ്ങൾ അതിൽ വിശ്വസിച്ച് അതിൽ നിലനിന്നാൽ, നിങ്ങൾ ആത്മാവിൽ വിതയ്ക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ വളരെയധികമായ ജീവനും സമാധാനവും കൊണ്ടുവരും. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയെ ജീവനെ സമാധാനം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ആളുകൾ 5 ഇന്ദ്രിയത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. നിങ്ങൾ പിതാവിന്റെ മുമ്പിൽ ശരിയാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുക ശാന്തമായിരിക്കാൻ. നിങ്ങൾ എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവിൽ വിശ്വസിക്കുന്നു അത്രയധികം നിങ്ങൾ ശാന്തമായിരിക്കാൻ പഠിക്കും. അതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ പഠിക്കുക ശാന്തമായിരിക്കാൻ. എത്രയധികം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ വിശ്വസിക്കുന്നു അത്രയധികം നിങ്ങൾ ശാന്തമായിരിക്കാൻ നിങ്ങൾ പഠിക്കും. ചിലപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു രോഗത്തിന്റെ ലക്ഷണം വരാമായിരിക്കാം. അതിനെ നോക്കിയല്ല ഞാൻ എൻ്റെ തിരിച്ചറിവിനെ കണ്ടത്. എനിക്കറിയാം ഞാൻ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. ഞാൻ വിശ്രമിക്കും. എനിക്കറിയാം ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ആ ജീവൻ എൻ്റെ ഉള്ളിലുള്ളത്, ആ ആത്മാവ് എൻ്റെ ശരീരത്തിനും ജീവൻ നൽകുമെന്ന്. അതുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കും ആ ആരോഗ്യത്തിന്റെ മേഖല എനിക്ക് വേണ്ടി ആ വിചാരങ്ങളെ, ആ സങ്കല്പങ്ങളെ പിടിച്ചെടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇത് സത്യമാണ്. ദൈവത്തിന്റെ വചനം സത്യമാണ്. ഈ സത്യത്തെ നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ. എപ്പോൾ നിങ്ങൾ ആ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് തിരിച്ചറിവ് പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ പുത്രനാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളിലൂടെ തിരിച്ചറിവ് നേടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മരണം നിങ്ങൾക്ക് മുകളിൽ പ്രബലമാകുവാൻ സാധിക്കില്ല. സാത്താനും ഇതേ കാര്യമാണ് യേശുവിന്റെ പരീക്ഷ നടന്നപ്പോൾ ചെയ്തത്. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കി നമ്മൾ ആരാണെന്ന് പറയാൻ അനുവദിക്കരുത്. നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മുടെ പിതാവിന്റെ വചനങ്ങളിൽ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും നമ്മുടെ ദാസന്മാകുന്നതും നമ്മളെ സേവിക്കുന്നതും. എത്രയധികം നിങ്ങൾ വചനത്തിൽ സഞ്ചരിക്കാൻ പഠിക്കുന്നുവോ അത്രയധികം നിങ്ങൾക്ക് സ്വർഗീയ ആരോഗ്യത്തിൽ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാം എല്ലാ മേഖലകളിലും ഒന്നിലും നിങ്ങൾക്ക് ധനത്തിന്റെ മേഖലയാണോ എല്ലായിടത്തും ഒന്നിലൊരു മുട്ടുണ്ടാവുകയില്ല. പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം അത് സത്യമാണ്. ആ ആളുകൾക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം കേട്ട് അത് അനുസരിക്കുന്നവർക്ക്. നിങ്ങൾ പ്രശ്നങ്ങളിലാവുമ്പോൾ, പരീക്ഷയിലാവുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക. ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി.
എന്തുകൊണ്ടെന്നാൽ ഇത് മറ്റുള്ള സ്ഥലത്താണ് നടക്കുന്നത്. എന്റെയും നിങ്ങളുടെയും അടുത്ത ഒരു സ്വർഗീയ പിതാവുണ്ട്. മുന്നോട്ട് നമുക്ക് വായിക്കാം ഇതിന്റെ 12-ാം വാക്യം മുതൽ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അതിന്റെ അർത്ഥം എന്റെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ തിരിച്ചറിവ്, ശരീരം പറയുകയാണ് ഞാൻ രോഗിയാണ് എന്ന്, ഞാൻ അത് ഏറ്റു പറയുക ഞാൻ രോഗിയാണ് എന്ന്. എൻ്റെ ബാലൻസ് പറയുകയാണ് എനിക്ക് പൈസ ഇല്ല എന്ന്, ഞാൻ അത് ഏറ്റു പറയുകയാണ് ഞാൻ ധനികനല്ല എന്ന്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് നിങ്ങളുടെ തിരിച്ചറിവ്, നിങ്ങളുടെ സങ്കല്പങ്ങൾ ആത്മാവിനനുസരിച്ച് ചെയ്യുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനെ നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്വീകരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആത്മാവ് താനെ നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുകയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ സത്യം പറയുമ്പോൾ എൻ്റെ സ്വഭാവത്തിലില്ല രോഗമാകുക എന്നുള്ളത്. അപ്പോൾ ആത്മാവും എൻ്റെ ആത്മാവോട് കൂടെ ആ സത്യത്തിന് വേണ്ടി സാക്ഷ്യം പറയുകയാണ്. പിന്നെ എഴുതിയിരിക്കുകയാണ്, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ആത്മാവിലൂടെ എല്ലാം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. എത്രയധികം വചനങ്ങൾ നമ്മൾ വായിക്കുന്നു അതെല്ലാം നമ്മുടെ തിരിച്ചറിവിനെ കുറിച്ചാണ്, നമ്മുടെ മനസ്സിലും നമ്മുടെ സങ്കല്പനങ്ങളിലും നമ്മൾ ഉറപ്പുള്ളവരായിരിക്കാൻ വേണ്ടി. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ദൈവത്തിന്റെ എല്ലാ വചനങ്ങളും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അതിന്റെ അർത്ഥം എല്ലാ സങ്കല്പങ്ങളും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വിപരീതമായിട്ട് ഉയരുന്നത്, നമ്മളെ ദാസന്മാരാക്കുന്നത്, ക്രിസ്തുവിന്റെ അധീനതയിലാക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. കൊലോസ്യർ 3-ാം അധ്യായം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീനെന്ന്. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്, പക്ഷെ ഞാൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല. നമ്മൾക്കിവിടെ വചനത്തിൽ നിന്നും കാണാൻ സാധിക്കും, പിതാവായ ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നമുക്ക് ഈ ലോകത്തിലുള്ളവരല്ല. നമ്മുടെ മനസ്സ് ഈ ലോകത്തിലല്ല വെക്കേണ്ടത്, നമ്മൾ സ്വർഗീയ കാര്യങ്ങളിലാണ് നമ്മൾ മനസ്സ് വെക്കേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ മനുഷ്യനെ പോലെ അല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വീണ്ടും ജന്മം സ്വർഗത്തിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാം ആകുന്നു. എത്രയധികം നമ്മൾ വചനത്തിൽ സഞ്ചരിക്കാൻ നമ്മൾ പഠിക്കുന്നുവോ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ സ്വരൂപം, നമ്മുടെ മനസ്സ്, നമ്മുടെ സങ്കല്പങ്ങൾ അതിനെയെല്ലാം പിടിച്ചടക്കി ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം 12-ാം വാക്യം മുതൽ. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണോ? അതെ, നിങ്ങളതെ. 12-ാം വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മൾ സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ എല്ലാ മേഖലകളിലും സമൃദ്ധി കാണുകയാണ്. ആളുകൾ എൻ്റെ അടുത്തേക്ക് അവരുടെ പ്രശ്നങ്ങളുമായി വരുമ്പോൾ 3 മേഖലകളിലാണ്. ആദ്യത്തെ അവരുടെ ധനത്തിൻ്റെ മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ മേഖലയിലായിരിക്കാം. ചിലപ്പോൾ എത്ര അധികം ആളുകൾ ഈ വചനം കേൾക്കുന്നു, അവരും ചിലപ്പോൾ ഈ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും പോകുന്നത്. ഇതിൻ്റെ 3ൻ്റെയും ഫലം ഒന്നാണ്. അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് അതിൻ്റെ പരിഹാരം. ധനത്തിൻ്റെ മേഖലയിൽ നമ്മൾ ദശാംശത്തെക്കുറിച്ച് പഠിച്ചതുപോലെ നമുക്കൊരു വചനം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ അതിൻ്റെ 9-ാം അധ്യായം 6-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവന് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. എല്ലാവരും ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. താഴെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ വിതയ്ക്കുമ്പോൾ, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാൻ വരുമ്പോൾ അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ, ഞാൻ നിങ്ങളെല്ലാം ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അവർക്ക് ധനം നൽകണം, ഒരു ഉദ്ദേശത്തോടെ അത് കൊടുക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കർഷകൻ ആ വിത്ത് വിതയ്ക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടാവുമോ, അതോ വെറുതെ വിതയ്ക്കുകയാണോ? എന്തുകൊണ്ടെന്നാൽ ഒരു കർഷകന്റെ രീതിയിൽ ഒരു പഴം ആഗ്രഹിക്കുകയാണെങ്കിൽ അവനറിയാം അതിൻ്റെ വിത്ത് വിതയ്ക്കണമെന്ന്. അതാ ഉദ്ദേശത്തോടെയാണ് വിതയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും വിതയ്ക്കുമ്പോൾ സന്തോഷത്തോടെ ഉദ്ദേശത്തോടെ വിതയ്ക്കുക. നമുക്കൊരു വചനം കൂടെ വായിക്കാം. യെശയ്യാവ് 55-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പിതാവായ ദൈവം നമ്മളെക്കുറിച്ചൊരു കാര്യം പറയുമ്പോൾ ഒരു ഉദ്ദേശത്തോടെയാണത് പറയുന്നത്. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു സഹായം ചോദിച്ചു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും വിതയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളൊരു ഉദ്ദേശത്തോടെ ആ വിത്ത് വിതയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു സൈക്കിൾ വേണമെങ്കിൽ നിങ്ങൾ ആ സൈക്കിളിന് വേണ്ടി കുറച്ച് പൈസ നിങ്ങൾക്ക് വിതയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ബന്ധത്തിന് വേണ്ടി നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ഏത് ദിവസം നിങ്ങൾക്ക് ആ സൈക്കിൾ ലഭിക്കുന്നോ അന്ന് നിങ്ങൾക്ക് നന്ദി പറയാൻ സാധിക്കും. പിതാവേ, നന്ദി ഈ ഫലത്തിന് വേണ്ടി. ഞാൻ സൈക്കിൾ കാണാൻ വേണ്ടിയല്ല വിതയ്ക്കുന്നത്, ഞാൻ വിശ്വാസത്തോടെയാണ് വിതയ്ക്കുന്നത്, ഒരു ഉദ്ദേശത്തോടെയാണ് വിതയ്ക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ധനത്തിന് വേണ്ടി ഉദ്ദേശത്തോടെ വിതയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ആദ്യം ഞാൻ ധനത്തിന് വേണ്ടി ഉദ്ദേശത്തോടെ വിതയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും വചനത്തിലൂടെ ഞാൻ വിതയ്ക്കുമ്പോൾ എനിക്ക് ഒരു നിശ്ചയമുണ്ടാവും, ആ വചനം തിരിച്ചെൻ്റെ അടുത്ത് കാര്യം സാധിക്കാതെ വരികയില്ല എന്ന്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എത്രയധികം നിങ്ങൾ വചനം കേൾക്കുന്നു, അത് അനുസരിക്കുന്നു, അപ്പോൾ ഒരു ഉദ്ദേശത്തോടെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പിന്നെ ആ വചനം നിങ്ങളുടെ അടുത്തേക്ക് കാര്യം സാധിക്കാതെ നിങ്ങൾ എന്തുദ്ദേശത്തിനായി അയച്ചോ അത് കാര്യം പൂർത്തീകരിച്ചിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ധനത്തിൻ്റെ മേഖലയിൽ നമ്മൾ പഠിച്ചു, നമ്മൾ ദശാംശത്തെക്കുറിച്ച് പഠിച്ചു, നമ്മൾ ഒരു ഉദ്ദേശത്തോടെ വിതയ്ക്കുന്നതിനെ കുറിച്ചും പഠിച്ചു. 2-ാമത്തെ കാര്യം ബന്ധങ്ങളുടെ മേഖലയിൽ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്യമായിട്ടും നമ്മൾ എങ്ങനെയാണ് ആ സമൃദ്ധി നമ്മുടെ ധനത്തിൻ്റെ മേഖലയിലും ബന്ധങ്ങളുടെ മേഖലയിലും ലഭിക്കുന്നത്? എത്രയധികം ബന്ധങ്ങൾ എൻ്റെ ചുറ്റുമുണ്ടോ, എനിക്ക് കാണാൻ സാധിക്കാറുണ്ട് ആ ഫലങ്ങളെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലം, എത്രയധികം ബന്ധങ്ങൾ എൻ്റെ ചുറ്റുമുണ്ടോ അതിൽ ഞാൻ കാണാറുണ്ടോ ആ ഫലങ്ങളെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ചിലപ്പോൾ ഒരു മനുഷ്യനായി നിങ്ങളെക്കുറിച്ച് ചീത്തയായ കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചീത്തയായ കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ അത് ദീർഘക്ഷമയെ കാണിക്കുകയാണ്.
നിങ്ങൾക്കറിയാമോ, ഒരു വൃക്ഷത്തിൽ വളരെയധികം ഫലങ്ങളുള്ളത്, ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ആ വൃക്ഷത്തിൻ്റെ താഴെ വീഴുമ്പോൾ എത്രയധികം ഫലങ്ങൾ താഴെ വീഴുന്നത് ആ വൃക്ഷത്തിന് ഫലം ചെയ്യുകയാണ്, അധികം ഫലം ഇനിയും ഉണ്ടാകുവാൻ വേണ്ടി. നമ്മൾ എത്രയധികം പരിശുദ്ധാത്മാവിനോട് കൂടി ഈ ഫലങ്ങൾ ഉത്ഭവിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാ ഫലങ്ങളിലും നമ്മളെ ആത്മീയമായ ഉന്നതിയിലേക്ക് നടത്തും. ആ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആരോടെക്കുറിച്ചെങ്കിലും ദയുള്ളവരായിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും എനിക്ക് ദയ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ കൊടുക്കുക, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. കൃപ ഇതാണ്, നിങ്ങൾ ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കുക, അതിന് യോഗ്യരല്ലാത്തവർക്ക്. ഞാൻ നിങ്ങളെ എല്ലാവരും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ലയൺ കിങ്ങിനെ കുറിച്ചുള്ള പ്രസംഗം നിങ്ങൾ കേൾക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബന്ധങ്ങളിൽ, സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ തിരിച്ചറിവെടുത്തില്ല എങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം, ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുകളിൽ നമ്മളെ ഭരിക്കുവാൻ തുടങ്ങും. ഏറ്റവും ആദ്യം നമ്മൾ അതിന് ദൈവത്തിൻ്റെ വചനം പറയാൻ നമ്മൾ ആദ്യം തയ്യാറാകുക എന്നുള്ളതാണ് ആദ്യം. പൗലോസ് പറയുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ വചനം പറയാൻ വേണ്ടി തയ്യാറാകുക. നമ്മൾ നമ്മുടെ തിരിച്ചറിവിൽ സത്യത്തിനോട് കൂടെ നമ്മൾ ഒന്നാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ സൃഷ്ടികളും ആ സത്യത്തോടു കൂടെ സാക്ഷ്യം പറയുന്നത്. നമ്മൾ സാക്കിന്റെ സാക്ഷ്യത്തിൽ കേട്ടു എങ്ങനെയാണ് സൃഷ്ടികൾ അവളോട് കൂടെ സാക്ഷ്യം പറഞ്ഞത് എന്ന്. നമ്മൾ അവിടെ തിരിച്ചറിവ് വിടാതിരുന്നപ്പോൾ, വചനം കേട്ട് അതിൽ സഞ്ചരിച്ചപ്പോൾ അവർ കാണുവാനിടയായി എല്ലാ സാഹചര്യങ്ങളും, എല്ലാ അന്തരീക്ഷവും അവരുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയായി. അവൾ അവരുടെ തിരിച്ചറിവിൽ നിലനിന്നു. നിങ്ങളുടെ തിരിച്ചറിവ് ആ സത്യത്തിൽ മാത്രം അധിഷ്ഠിതമാക്കുക, ദൈവത്തിന്റെ വചനം നിങ്ങളെക്കുറിച്ച് പറയുന്നതിൽ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ആ സത്യവചനത്തിനോട് കൂടെ സാക്ഷ്യത്തിനുളവാകുന്നത്. നമുക്കൊരു വചനം കൂടെ വായിക്കാം. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ബന്ധങ്ങളിൽ ആ സമൃദ്ധി കാണാൻ ആഗ്രഹിക്കുന്നു? നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43-ാം വാക്യം. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പയക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങൾക്കറിയാമോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. ഒരു വ്യക്തി ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ, വളരെയധികം എന്നെ ഉപദ്രവം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങൾക്കറിയാം ഞാൻ എന്താ ചെയ്തതെന്ന്? ഞാൻ അവരുടെ രണ്ടുപേരുടെയും പേരെടുത്തിട്ട് ഞാൻ പിതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശരീരത്തിൽ തോന്നും ഞാൻ അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും, പക്ഷേ നിങ്ങൾക്കറിയുകയില്ല അത് എത്ര സാമർഥ്യമുള്ളതാണ് എന്ന്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വ്യക്തിയുടെ നോക്കുന്ന രീതി, അവരുടെ മനസ്സ് മാറ്റുന്നതും പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വളരെ അത്ഭുതകരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതും നിങ്ങളെ ഉപദ്രവിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചെയ്യുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ സാമർഥ്യമുള്ളവരാകുക. യേശുവിൻ്റെ സത്യവചനങ്ങളെ ഘോഷിക്കുവാൻ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ അവരോട് സത്യം പറയുക. ഒരു സ്വർഗീയ പിതാവുണ്ട്, അവരെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന്. ആ സത്യത്തിന്റെ തിരിച്ചറിവിൽ നിലനിൽക്കുക. നിങ്ങൾ ആ സത്യവചനത്തിൽ നിലനിൽക്കുമ്പോൾ, ഞാൻ ആ സത്യവചനത്തിൽ നിലനിന്നപ്പോൾ എനിക്ക് കാണാൻ സാധിക്കും എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ അടുത്തുള്ളവരെല്ലാം, എല്ലാവരും ഇപ്പോൾ ക്രിസ്തുവിലാണ്. ചിലപ്പോൾ നിങ്ങളെ തന്നെ വളരെ കൊടുങ്കാറ്റിന് നടുവിൽ കാണുന്ന പല സ്ഥലങ്ങളിൽ നിന്നും കാറ്റ് വരുന്നു. പക്ഷേ നിങ്ങൾ എത്രയധികം സത്യത്തിൽ നിലനിൽക്കുന്നോ, അവനിൽ വിശ്രമിക്കാൻ തുടങ്ങുന്നോ, ആ നുണകളുടെ നടുവിൽ നിങ്ങൾ ആ സത്യത്തിൽ വിശ്രമിക്കാനും അതിൽ വാഴാനും തുടങ്ങും. സൃഷ്ടി എപ്പോഴും എന്നോട് കൂടെ സാക്ഷ്യം പറയാൻ തുടങ്ങി ഞാൻ ആ സത്യത്തിൽ നിന്നപ്പോൾ. നിങ്ങൾക്കറിയാമോ, എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം സാക്ഷ്യം ഉണ്ടാവാനിടയായി. എൻ്റെ ജോലിയിൽ, ഞാൻ ജോലിക്ക് വേണ്ടി UK പോയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞു, ഞാൻ 3 ദിവസത്തേക്ക് പോവുകയാണ്. ഞാനൊരു വീട്ടിലോട്ട് പറഞ്ഞു, ഞാൻ 3 ദിവസത്തേക്ക് പോവുകയാണ്. എനിക്ക് അറിയുകയില്ല ഞാൻ സ്കാർഫ് ഉണ്ടാക്കുന്നത് ആരിടുമെന്ന്. പക്ഷെ ദൈവം പിതാവിനെ അനുഗ്രഹിച്ചു. ഞാൻ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ കാണുവാനിടയിൽ അവരെന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ അവർക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മുഴുവൻ കുടുംബവും അറിയാൻ തുടങ്ങി, ഇവളോട് കൂടെ ആരോ ഉണ്ട്, സ്വർഗീയ പിതാവുണ്ട് ഇവളോട് കൊണ്ട്, ഇവൾക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിക്കുന്നത്.
എത്രയധികം നിങ്ങൾ വചനം കേട്ട് അതിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു, നിങ്ങൾ അതിൽ നിലനിൽക്കുന്നു, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ സൃഷ്ടികളും ആ സത്യത്തോടു കൂടെ സാക്ഷ്യം പറയാൻ തുടങ്ങും. നിങ്ങളൊരു സാഹസിയാകുക. ഈ ബന്ധങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം ഇതാണ്. നിങ്ങൾ ഒരിക്കലും ഒരു ബന്ധത്തിൽ ആ ബന്ധത്തെ നിങ്ങളുടെ സമാധാനത്തെ എടുത്തു കളയാൻ അനുവദിക്കരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സമാധാനത്തിൽ നിന്ന് നിങ്ങളെ ദൂരെയാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ കാണണം, ആ പ്രശ്നങ്ങളുടെ മുകളിൽ നിങ്ങൾ ആ കുതിരയെ നിയന്ത്രിച്ചതുപോലെ അതിനെ ശാന്തമാക്കണം. അതിൽ നിങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങണം. നിങ്ങൾ ആ കാര്യത്തിൽ നിലനിൽക്കുക. ഒരു കാരണത്തിനും നിങ്ങളെ ആ സമാധാനത്തിൽ നിന്ന് മാറ്റുവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ വചനത്തിൽ മാത്രം അധിഷ്ഠിതമായിരിക്കണം. നിങ്ങളുടെ തിരിച്ചറിവ് എപ്പോഴും വചനത്തിൽ മാത്രമായിരിക്കണം. പിന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ ആ സമൃദ്ധി കാണുവാൻ തുടങ്ങും. എത്രയധികം കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടോ, ആ കാറ്റെല്ലാം അത് സമാധാനത്തിലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആരോഗ്യത്തിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ചെറിയ കാര്യങ്ങളിൽ പോലും, ഒരു ചെറിയ ജലദോഷമോ പനിയോ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തിരിച്ചറിവിൽ നിങ്ങൾ നിലനിൽക്കുക. എന്തുകൊണ്ടെന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിവ് വിടാതിരിക്കുമ്പോൾ, ആ കാര്യങ്ങളിൽ നിങ്ങൾ വിജയാളിയാകുമ്പോൾ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക പോലുമില്ല. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ നമ്മുടെ തിരിച്ചറിവ് നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ നമ്മുടെ വിരോധമായി വരാറുണ്ട്. നിങ്ങൾ ചർച്ചിൽ വരുമ്പോൾ സമൃദ്ധി ലഭിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചർച്ചിൽ വരണം. നിങ്ങളുടെ ആ ബന്ധത്തെ വളർത്തുവാൻ വേണ്ടി, പിതാവിനോട് കൂടിയുള്ള ബന്ധം അതറിയാൻ വേണ്ടി, നിങ്ങൾ ആ രാജ്യത്തിൽ ആരാണ് എന്ന് ഓരോ ദിവസവും നിങ്ങൾ അവനോട് കൂടെ സമയം ചെലവഴിക്കുക, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക, തിരിച്ചറിവിൽ നിലനിൽക്കുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിരോധമായി വരികയില്ല. യേശു വന്നത് ജീവൻ നൽകുവാനും, വളരെയധികം ജീവൻ നൽകുവാനുമാണ്. നിങ്ങൾ ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ഇതൊരു ബ്രിഡ്ജാണ്. നിങ്ങളുടെ ആത്മാവ് അതിൻ്റെ വീണ്ടും ജനനം സംഭവിച്ചിരിക്കുകയാണ്. എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് വേണ്ടിയുള്ളത് അത് ആ ആമേനിലാണ്. ആ ബ്രിഡ്ജിന്റെ മറ്റേ ശരീരത്തിൽ നിങ്ങളുടെ ശരീരമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശരീരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം ദൂരെയാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ആത്മീയ മേഖലയിൽ നിന്ന് ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ ബ്രിഡ്ജ്, അത് നിങ്ങളുടെ പ്രാണനാണ്, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾ എത്രയധികം ഈ ആത്മീയ സത്യങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു, പിന്നെ എനിക്ക് കാണാൻ സാധിക്കും ആ ജീവൻ ആത്മാവിലുള്ളത് അത് എൻ്റെ പ്രാണനിലൂടെ എൻ്റെ ശരീരത്തിലേക്ക്, ഈ ഭൗതിക മേഖലകളിലേക്കും ഒഴുകുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പുത്രൻ ഇതാണ്. അവന്റെ വചനം കേട്ട് അത് അനുസരിച്ച് അതിൽ നടക്കുന്നവരാണ്. അതിൽ സഞ്ചരിക്കുക എന്നുള്ളത് അതൊരു ന്യായപ്രമാണമല്ല. ആ സത്യത്തിൽ നിലനിൽക്കുക. പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് ആ സാഹചര്യങ്ങളിൽ നിയന്ത്രിക്കുക. നിങ്ങൾ എത്ര പ്രാവശ്യം വീണു എന്നുള്ളത് അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ വീണ്ടും നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ തിരിച്ചറിവ് വീണ്ടും പിടിക്കും. നമ്മൾ ഒരു പർവ്വതത്തിന്റെ 4 ചുറ്റും കറങ്ങുന്നവരല്ല. നമ്മൾ ആ കോട്ടയെ ഇടിക്കാൻ, അതിനെ താഴ്ത്തി ഇടാനുള്ള ശക്തിയുള്ളവരാണ്. ആ വചനത്തിലൂടെ, പിതാവായ ദൈവത്തിലൂടെ പറഞ്ഞിരിക്കുന്ന വചനത്തിലൂടെ, അതിൽ നിലനിൽക്കുന്നതിലൂടെ, ആ സത്യത്തെ പിടിച്ചു നിൽക്കുന്നതിലൂടെ പിന്നെ നിങ്ങൾ എന്നോട് സാക്ഷ്യം പറയാൻ തുടങ്ങും. സത്യത്തിൽ ഞാൻ വളരെ സന്തോഷം ഉണ്ടാവാറുണ്ട്. എനിക്ക് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവനുള്ളതായി കണ്ടതാണ്. എല്ലാ പരീക്ഷകളും എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഇതാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും മറക്കാതിരിക്കുക ഞാൻ ആരാണെന്ന്. ഞാൻ ദൈവത്തിന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. അങ്ങനെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ഹാ ഓർ ആമീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വരൂ, നമുക്ക് ഒരു ആത്മീയമായ യാഗം നമ്മുടെ പിതാവിന്, യേശുവിന്, നമ്മുടെ മഹാപുരോഹിതന് അർപ്പിക്കാം. എൻ്റെ കൂടെ നിങ്ങൾ പറയുക, പിതാവേ, അങ്ങേക്ക് നന്ദി. ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. അങ്ങനെ വളരെയധികം സ്നേഹിക്കുന്നു. യേശുവേ, അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. ഇന്ന് വചനം കേട്ടതിലൂടെ എൻ്റെ ജീവിതത്തിൽ വന്ന ആത്മീയ ഉന്നതിയുടെ 10-1 അംശം ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. You're bringing us out of a mind of a slave into the mind of a son who is at peace and at rest with what you say about him, that it's all by the blood, all things are under my feet. A son fears nothing because everything is under his feet. I thank you, Father, in Jesus' name. Amen. Amen. Join us for refreshments. Don't scoot out. Say hi, hello to others who are here. And if you're new, come